യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന് 33-ാം വാക്യം വായിക്കുക. യോഹന്നാൻ 16-ാം അധ്യായം 33. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് ഇതിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ്, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടത് ഇത് ഞാൻ നിങ്ങളോട് എന്താ പറയുന്നത്? ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് യേശുക്രിസ്തു ലോകത്തെ ജയിച്ചത് കൊണ്ട് നമ്മളും ലോകത്തെ ജയിക്കും. ഹല്ലേലൂയ. പക്ഷെ കർത്താവ് യേശുക്രിസ്തു ആദ്യം പറഞ്ഞ ആമേൻ ഹല്ലേലൂയ, നിങ്ങൾക്ക് ആമേൻ എന്താ ലോകത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്നിൽ സമാധാനം. അപ്പൊ കർത്താവ് യേശുക്രിസ്തുവിലാണ് നമ്മളെങ്കിൽ, നമ്മൾ കടന്നു പോകുന്ന കഷ്ടത്തിലൂടെയാണെങ്കിൽ നമുക്ക് അവിടെ സമാധാനം ഉണ്ടാകും. ഹല്ലേലൂയ. പക്ഷെ ഈ കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ തന്നെയാണ് കടന്നു പോകുന്നതെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാകത്തില്ല. അപ്പൊ നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ആയിരിക്കുമ്പം മഹത്വത്തെ പ്രത്യാശ ക്രിസ്തു എന്നിലിരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പം അക്ഷരാർത്ഥത്തിൽ നമ്മൾ ക്രിസ്തുവിൽ തന്നെയാണോ സഞ്ചരിക്കുന്നത്? ക്രിസ്തുവിനോട് കൂടെയാണോ? ക്രിസ്തുവിൽ തന്നെയാണോ? ഹല്ലേലൂയ. അപ്പൊ നമ്മള് ഒരിടത്ത് പറയുന്നത്, നിങ്ങൾ എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ വസിക്കുന്നത് കർത്താവിലാണെങ്കിൽ കർത്താവ് നമ്മളിലുണ്ട്. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ വസിക്കുന്ന വെച്ചാൽ കർത്താവിന്റെ, അപ്പൊ നമ്മുടെ എന്താ പറയുക, സങ്കീർത്തനക്കാരൻ പറഞ്ഞ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തി നിഴൽകീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ഹല്ലേലൂയ. അതുപോലെ നമ്മൾ കർത്താവിൽ വസിക്കുകയാണ്. നിങ്ങൾക്ക് എന്നിൽ ആണെങ്കിലാണ് ആ സമാധാനം നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾ കഷ്ടതയിലൂടെ കടന്ന്, കഷ്ടതയുണ്ട് ഈ ലോകത്ത്. ഹല്ലേലൂയ. കഷ്ടതയില്ലാതെ ആർക്കും അവൻ വാഗ്ദത്തം പ്രായപ്പം കഴിയട്ടെ. കർത്താവ് യേശു മറ്റൊരു 14-ാം അധ്യായത്തിൽ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. 14:27 പറയുന്നത് അങ്ങനെയാ. അവൻ ലോകം തരുന്നത് പോലെയല്ല. അപ്പൊ കർത്താവിന്റെ സമാധാനം നമുക്ക് തന്നേച്ചു പോകുന്നു എന്ന് അവിടെ പറഞ്ഞിട്ട് 16-ാം അധ്യായത്തിലേക്ക് വന്ന് നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ട് എന്ന് പറയും. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു നമ്മള് ആണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയും വേദനയും ഒക്കെ വരുമ്പോൾ നമുക്ക് സമാധാനമുണ്ട്. ഇന്ന് പലർക്കും ഇന്ന് അസമാധാനത്തിലായിരിക്കുന്നതിന്റെ കാരണം, സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ കാരണം അവരവരുടെ ജീവിതത്തിൽ കഷ്ടതയും പ്രയാസവും ഒക്കെ വരുമ്പോൾ അവർ തന്നെത്താനെ അതിലൂടെ കടന്നു പോകാൻ വേണ്ടി ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്നതുകൊണ്ട്. അതുപോലെ നമ്മൾ ഇന്ന് കേൾക്കുന്ന പലരും പറയുന്നവരുണ്ട്, അപ്പൊ ഇന്ന് കേൾക്കുന്ന യേശു എല്ലാം ചെയ്തു കഴിഞ്ഞു, അതുകൊണ്ട് സമൃദ്ധിയായ ജീവിതമാണ്, വിജയകരമായ ജീവിതമാണ്, ദിവ്യമായ ആരോഗ്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ഇത് നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകാറുമുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ഇതാണ് യഥാർത്ഥത്തിൽ ശരി. ദൈവത്തിന്റെ ഹല്ലേലൂയ ആമേൻ പുസ്തകത്തിൽ ദൈവത്തിന് ഹല്ലേലൂയ ഒരു ഡിസിപ്ലിൻ, ഒരു പ്രിൻസിപ്പിൾ മാത്രമേ ഉള്ളൂ. ദൈവത്തിനെല്ലാം കർത്താവെല്ലാം ചെയ്യുന്ന കിങ്ഡം പ്രിൻസിപ്പിളാണ്, നമ്മുടെ ലോകപരമായിട്ടുള്ള കാര്യങ്ങളല്ല. ഹല്ലേലൂയ. ആദാം ഹവ്വയും പാപം ചെയ്തു. അവരെ എന്ത് ചെയ്ത ദൈവം? ഹല്ലേലൂയ. അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി. വീണ്ടും തോട്ടത്തിലേക്ക് കയറി കടക്കാതിരിക്കുന്ന കെരൂബുകളെ അവിടെ കാവൽ ഏർപ്പെടുത്തി. അല്ലെ, ഒരു കറങ്ങുന്ന തീ കത്തുന്ന വാളുമായിട്ട് അവിടെ നിർത്തി. ഹല്ലേലൂയ. അവിടെ എന്താ വെച്ചാൽ അവര് കാര്യം ചെയ്ത് കഴിഞ്ഞ് വീണ് കഴിഞ്ഞ് അവർ പക്ഷെ മുൻപോട്ട് മാത്രമേ അവർക്ക് ഈ മുൻപോട്ടുള്ള പോക്കിൽ അവർക്ക് എന്താ പറയുക, അവര് ആ ദൈവം അനുവദിച്ച കൂട്ടത്തെ കഷ്ടതയിലൂടെ ഒക്കെ വന്ന് നമ്മൾ പുറത്തേക്ക് വരണം. അതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെങ്ങനെ ദൈവം അനുവദിച്ചു കൊടുക്കുന്ന ചില മേഖലകളൊക്കെ നമ്മൾ കടന്നു പോകേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അവന്റെ കർത്താവ് യേശുക്രിസ്തു എല്ലാം ചെയ്തു. ശരിയാണ്, നമുക്ക് ഞാൻ എപ്പോഴും രക്ഷ സൗജന്യമാണ്, നീതീകരണം സൗജന്യമാണ്. ഹല്ലേലൂയ. പക്ഷേങ്കിൽ അതിൽ തന്നെ ആയിരിക്കുക എന്നൊരു പർപ്പസ് ഉണ്ട് നമുക്ക്. കർത്താവ് നമ്മളെ വിളിച്ചു, വേർതിരിച്ചു, രക്ഷിച്ചു, ശരിയാണ്. പക്ഷെ രക്ഷയുടെ സന്തോഷം നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോകുന്ന നമ്മുടെ ഉത്തരവാദിത്വം. നമ്മൾ അതിൽ തന്നെ ആയിരിക്കുന്ന നമ്മുടെ ഉത്തരവാദിത്വം. പക്ഷെ ഇതിലൂടെ നമ്മൾ കടന്നു പോകുന്ന പ്രോസസ്സിങ്ങിലൂടെ പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടതയെ കൂടെ കയറി ഇറങ്ങി നമ്മൾ പോകേണ്ടി വരും. പക്ഷെ അവിടെയൊക്കെ നമ്മൾക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ കഷ്ടമുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ ഇങ്ങനെ ഉച്ചയ്ക്ക് നമ്മുടെ പ്രേയർ ചെയ്യുമ്പോൾ ഞാൻ സാറമ്മസ്റ്റർ കുറച്ച് സംസാരിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന തീച്ചുളയുടെ അനുഭവത്തിൽ കൂടെയാണ്. പക്ഷേ എങ്കിലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ കർത്താവിലാണ് എങ്കിൽ, കർത്താവിന്റെ വചനം അനുസരിച്ച് നിൽക്കുന്നവരാണ് എങ്കിൽ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ദൈവം അറിയാതെ ഈ കഷ്ടം വരത്തില്ല. കർത്താവ് നമ്മൾ തന്നെ അങ്ങനെ തന്നെ പറഞ്ഞത്.
ഈ കഷ്ടം കർത്താവ് പറയും, കുഞ്ഞെ ഞാൻ അറിഞ്ഞുകൊണ്ടത് വരുന്നെന്ന് പറയും. അല്ലെ, അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയെ കൂടെ, അപ്പൊ നമുക്ക് ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് നമുക്ക് അല്ലെ പറയാൻ പറ്റുന്ന യോബിന്റെ ജീവിതമാണ്. അല്ലെ, യോബിനെ കുറിച്ച് യോബിന്റെ പുസ്തകം നോക്കി കഴിഞ്ഞാൽ യോബിന്റെ മുമ്പിലേക്ക് പിശാചിന്റെ മുമ്പിലേക്ക് യോബ് ചെല്ലുമ്പോൾ ഹല്ലേലൂയ യോബിനെ കുറിച്ചാണ് വ്യവസ്ഥ. യോബ് നീതിമാനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, നേരുള്ളവനായിരുന്നു. ഹല്ലേലൂയ. യോബിന്റെ മുമ്പിലേക്ക് പിശാചി ദൈവന്റെ മുമ്പിൽ ദൈവം ചോദിക്കേ, നീ അവരിൽ കണ്ണു വെച്ചുവോ? ഹല്ലേലൂയ. കാരണം എന്താ വെച്ചാ യോബിനെ കുറിച്ച് ദൈവത്തിനറിയാം യോബ് എങ്ങനെയുള്ള മനുഷ്യൻ എന്ന് ദൈവം സാക്ഷ്യം പറയുന്ന മനുഷ്യനാണ്. ഹല്ലേലൂയ. അവിടെ പിശാച് കണ്ണ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഹല്ലേലൂയ, പിശാച് ചോദിക്കുകയാണ് ദൈവത്തിന്റെ അല്ലെ. അപ്പൊ ദൈവം അനുവദിച്ചു. അപ്പൊ പിശാചിന് അത് അനുവദിച്ചു കൊടുക്കുമ്പോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോ നമുക്ക് ആകപ്പെട്ട് ഭയങ്കര കൺഫ്യൂഷൻ. കർത്താവേ, എന്താ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ? ഞാൻ പാപിയാണോ? ഞാൻ എവിടെയെങ്കിലും ഇനി ശരിയാകാനുള്ളത് കൊണ്ടാണോ ഇത് വന്നുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ എന്റെ കുറവുകളാണ് ഇതിന് വരുന്നത്? പക്ഷേ അവിടെ കുറവുകളെക്കാട്ടി പാപത്തെക്കാട്ടി ഒക്കെ ദൈവം നമ്മളെ ദൈവത്തിന്റെ പർപ്പസിലേക്ക് നടത്തുന്ന ഒരു വഴിയാണ്. അപ്പൊ യോബ് പാപി ആയതുകൊണ്ടല്ല യോബിന്റെ ജീവിതത്തിൽ കഷ്ടത വന്നത്. യോബ് തെറ്റ് ചെയ്തിട്ടല്ല യോബിന്റെ ജീവിതത്തിൽ കഷ്ടത വന്നത്. പക്ഷെ യോബിന്റെ ജീവിതത്തിൽ കഷ്ടത ഹല്ലേലൂയ പലപ്പോഴും ദൈവം അതുപോലെ അവിടെ യോബിനെ നന്നാക്കാം. പക്ഷെ നമ്മൾ യോബ് എല്ലാവരും നമ്മൾ കഷ്ടതയിൽ കൂടെ പോകുന്നവരെല്ലാം പാപികളാണെന്നുള്ള ഒരു സങ്കല്പം എടുത്തു കളയുമ്പോഴേ യോബിനെ അവിടെ കൊണ്ടുവന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നത് കൊണ്ട് നമ്മള് ഹല്ലേലൂയ പാപികളെന്ന് അർത്ഥമില്ല. ഹല്ലേലൂയ. നമ്മൾ കേൾക്കുന്ന വചനമൊക്കെ പലപ്പോഴും അതൊക്കെ എങ്ങനെയൊക്കെ വന്നാലും അതൊക്കെ പറഞ്ഞിട്ട് ഏത് അവസ്ഥയിലും, അപ്പം നമ്മൾ ഏത് അവസ്ഥയിൽ കൂടെ കടന്നു ദൈവം നമ്മളോട് പറയും, ഞാൻ അറിയാണ്ട് അല്ല നിന്റെ ഈ അവസ്ഥ കാരണം. പക്ഷെ നമ്മൾ ദൈവത്തോട് പറ്റിയിരുന്നാൽ മാത്രമേ അങ്ങനെ ആയിരിക്കണം ദൈവം ആഗ്രഹം. അപ്പൊ നമ്മൾ കഷ്ടതയിലൂടെ ഒക്കെ എല്ലാം കടന്നു പോകുമ്പോൾ ദൈവത്തോട് ചേർന്ന് ഇവിടെ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾക്ക് എന്നിൽ സമാധാനമുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ കർത്താവിൽ തന്നെയാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ നമുക്കൊരു സമാധാനം, അപ്പൊ നമുക്കൊരു ഉറപ്പുണ്ടാണ് കർത്താവ്. അപ്പൊ ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഹല്ലേലൂയ ഇത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിന്റെ പദ്ധതി, ദൈവം എന്നെ ഇതിലൂടെ കടത്തിവിടും. ദൈവത്തിന് എന്നെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. പലപ്പോഴും നമ്മുടെ ചുറ്റുപാടും നിൽക്കുന്ന ആൾക്കാർ പറയുമായിരിക്കും, അല്ലെ നമ്മുടെ മനസ്സ് നമ്മളോട് പറയേക്കില്ല, പിശാച് നമ്മളോട് പറയത്തേ, നീ മകളല്ലേ, നീ മകനല്ലേ, എന്താ നിനക്ക് മാത്രം ഇങ്ങനെ, മറ്റുള്ളവർക്കൊന്നും ഇല്ലല്ലോ, നിന്റെ ജീവിതത്തിൽ മാത്രം എന്താ ഇങ്ങനെ എന്ന് നമ്മളോട് പലപ്പോഴും പിശാചിൽ നിന്ന് ചോദിക്കാറുണ്ടാവും. പക്ഷേ അവിടെയൊക്കെ നമ്മൾ അവനോട് പറഞ്ഞു, നീ പോയി നിന്റെ പണി നോക്ക്. ഹല്ലേലൂയ. ഓ പിശാചേ, കാരണം ഞാൻ പോകുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്. എന്റെ കർത്താവ് പറഞ്ഞിട്ട് നീ എന്താ പറഞ്ഞ, നീ വെള്ളത്തിൽ കൂടെ കിടക്കും, വെള്ളം നിന്നെ മുക്കിക്കളയില്ല, നീ തീ കൂടെ കടന്നുപോയ തീജാലം നിന്നെ ദഹിപ്പിക്കില്ല. കാരണം ഹല്ലേലൂയ ഞാൻ നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ കൂടെ ദൈവമുണ്ട്. നമ്മുടെ കൂടെ ദൈവം ഉണ്ടെങ്കിൽ ഒരു തീക്ക് നമ്മളെ ദഹിപ്പിക്കാൻ കഴിയത്തില്ല, ഒരു വെള്ളത്തിന് നമ്മളെ മുക്കിക്കളയാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. കാരണം നമ്മൾ പിടിച്ച് നമ്മളുടെ വലങ്കരം പിടിച്ച് നമ്മളെ നടത്തുന്നത് ഒരു മനുഷ്യനല്ല. ഞാൻ നിങ്ങൾക്ക് പലപ്പോഴും മനുഷ്യരുടെ പ്രോമിസുകളൊക്കെ നമുക്കറിയാലേ, ഞങ്ങൾ കൂടെ ഉണ്ടാകും, നമ്മൾ അങ്ങനെ എന്താ പറയാ, ആരൊക്കെ വിട്ടുകളഞ്ഞാൽ ഞാൻ വിട്ടുകളയും ഇതൊക്കെ പറയുന്ന മനുഷ്യർ നമ്മൾ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവസ്ഥകൾ മാറി, എല്ലാവരും നമ്മളെ വിട്ടുകളഞ്ഞു പോകും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തുവിന്റെ അവസ്ഥ അങ്ങനെയായിരുന്നു ഭൂമിയിലെങ്കിൽ. ഹല്ലേലൂയ. ഞാൻ നിന്നോട് മരിക്കാൻ വരെ റെഡിയാന്ന് പറഞ്ഞ ആള് കോഴി കൂന്നനുഭവം 3 പ്രാവശ്യം തല്ലി പറഞ്ഞിട്ട് പോയി. മാറോട് ചേർന്ന് കടഞ്ഞാന്ന് പറഞ്ഞ് എല്ലാവരും ഓടി, സകലരും ഓടിപ്പോയി. പത്രോസ് മാത്രം എല്ലാവരും ഓടിപ്പോയി. കർത്താവിനെ പിടിച്ചത്. അപ്പൊ ആ കർത്താവിന്റെ അവസ്ഥ എങ്ങനെയാണോ കർത്താവിന് നന്നായിട്ട് അറിയാം. നിങ്ങളുടെ അവസ്ഥയൊക്കെ ഇതിനെക്കാട്ടി മോശമായിരിക്കും. ഇതുപോലെ അവസ്ഥയൊക്കെ വന്നു കഴിയുമ്പോഴത്തേന് ആ സ്ഥലം കാലിയാക്കും എല്ലാവരും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ആശ്രയിക്കുന്നത് നിങ്ങളെല്ലാം, അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, ലോക അവസാനത്തോളം ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. കാരണം ആരൊക്കെ നിന്നെ വിട്ടുകളഞ്ഞ് ഓടിപ്പോയാലും അപ്പനും അമ്മയും ചിലപ്പോൾ മറന്നു, സഹോദരങ്ങൾ ചിലപ്പോൾ തള്ളിക്കളയും, അല്ലേ? ഇപ്പം ഭർത്താക്കന്മാര് വേണമെങ്കിലും ഹല്ലേലൂയ ചിലപ്പോൾ കളഞ്ഞെന്ന് വരും. പക്ഷേങ്കില് മക്കളെ നമ്മൾ പൊന്നുപോലെ വളർത്തിക്കൊണ്ട് മക്കൾ ചിലപ്പോൾ നമ്മളെ നോക്കണം നിർബന്ധമൊന്നുമില്ല, അവർ ഉപേക്ഷിച്ച് കളഞ്ഞെന്ന് വരാം. പക്ഷേങ്കില് അവിടെയൊന്നും ഹല്ലേലൂയ നമ്മുടെ തള്ളിക്കളയാത്ത, നമ്മൾ ഉപേക്ഷിക്കാത്ത ലോകാവസാനത്തോളം ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ കർത്താവ് നമ്മുടെ കരം പിടിച്ചിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ ആ കർത്താവിലൂടെ നമ്മൾ നടക്കുന്നെങ്കിൽ ഏത് കഷ്ടതയിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നമുക്ക് ഒരു ഉറപ്പ് വേണം, ദൈവം എന്റെ കൂടെയുണ്ട്, ദൈവം എന്റെ വലങ്കരം പിടിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ദൈവത്തിനോടൊപ്പമാണ് ഞാൻ സഞ്ചരിക്കുന്നത്, ദൈവം എന്നോടൊപ്പം ഇറങ്ങി വന്ന് സഞ്ചരിക്കും. അപ്പൊ ദൈവത്തിന് ഇത് മാറ്റാൻ കഴിയില്ല, കഴിയും. പക്ഷേ ദൈവം അത് മാറ്റുന്നില്ല എങ്കിൽ
നമ്മൾ ഈ അവസ്ഥയെ കൂടെ തന്നെ കടന്നു പോയിക്കൊണ്ടിരിക്കണമെന്നാണ് ദൈവഹിതമെങ്കിൽ അതിന് കാരണമുണ്ട്, അതിന് പർപ്പസ് ഉണ്ട്. അതൊരിക്കലും നമ്മുടെ തകർച്ചയ്ക്കല്ല, അത് നമ്മുടെ നന്മയ്ക്കാണ്. നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ദൈവത്തെ മറ്റാരും മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ ദൈവത്തെ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ഇതെങ്ങനെ മനസ്സിലാകും? നമ്മള് ദൈവത്തോട് ചേർന്ന് നടക്കണം, ദൈവശബ്ദം കേൾക്കണം. ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പലരുടെയും ശബ്ദം കേൾക്കും. ഇപ്പൊ എന്റെ ജീവിതത്തിൽ കഷ്ടതയെ കൂടെ ഞാൻ പോകുമ്പം എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്. ദൈവം ചിലപ്പോൾ നമ്മളോട് നേരത്തെ അറിയിച്ചുള്ള ദർശനം തന്നിട്ടുള്ള നമുക്ക് അറിവുള്ള, പക്ഷെ എന്നിരുന്നാലും നമ്മൾ അതിൽ കൂടെ പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ഈ കഷ്ടത ദൈവം അനുവദിച്ചതാണോ, പിശാച് കൊണ്ടുവന്നതാണ്. ഞാൻ പണ്ടൊക്കെ എപ്പോഴും പറയാറുണ്ടായിരുന്നു. ആദ്യം വിശ്വാസ ജീവിതത്തിൽ വന്നപ്പോ എനിക്ക് ആദ്യം കിട്ടിയ ദൈവത്തിൽ നിന്ന് കിട്ടിയൊരു ഒരു ബോധ്യമാണ്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് പലരും ഇന്ന് പ്രാർത്ഥിക്കും, കർത്താവേ കഷ്ടത മാറണേ, കഷ്ടത മാറണേ, കഷ്ടത മാറണേ. ഞാൻ പറയാം, അങ്ങനെ പ്രാർത്ഥിക്കുകയേ ചെയ്യരുത്. ഒരിക്കലും പ്രാർത്ഥിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടത മാറണേ ഒരിക്കലും പ്രാർത്ഥിക്കരുത്. കാരണം ദൈവം അനുവദിച്ച കഷ്ടതയാണെങ്കിൽ നിങ്ങളത് മാറണേന്ന് പ്രാർത്ഥിച്ച് ചിലപ്പോൾ അത് മാറിപ്പോരും, പക്ഷെ ഇത് വീണ്ടും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ഹല്ലേലൂയ. പക്ഷെ കഷ്ടത മാറാൻ പ്രാർത്ഥിക്കരുത്. കാരണം ഈ കഷ്ടതയെ കൂടെ നമ്മൾ അപ്പുറം കടക്കണം. ഈ പരീക്ഷയെ കൊണ്ട് നമ്മൾ അപ്പുറം ജയിച്ച് കയറണം. ഇത് ടെസ്റ്റ് ആണെങ്കിൽ ആ ടെസ്റ്റ് നമ്മൾ പാസ്സാകണം. ഹല്ലേലൂയ. അതിന് നമുക്ക് എന്താണ്, ഇത് മാറിപ്പോകണമെന്ന് പറയുകയല്ല വേണ്ടുന്നത്. ഹല്ലേലൂയ. ഇത് ജയിച്ച് കയറാനുള്ള നിന്റെ കൃപ എനിക്ക് വേണം. ഹല്ലേലൂയ. ഈ ശക്തി പോരാ, ഈ കൃപ പോരാ. ഹല്ലേലൂയ. ഞാൻ ഇതിനെ സക്സസ്ഫുള്ളി ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ദൈവത്തിന്റെ കൃപ എനിക്ക് വേണം. അപ്പൊ ഇത് നീ അനുവദിച്ചതാണെങ്കിൽ ഈ കഷ്ടത എന്റെ ജീവിതത്തിൽ നിന്ന് മാറണ്ട. പക്ഷെ ഈ കഷ്ടതയെ ജയിച്ച് എനിക്ക് കയറണം. കർത്താവിനെ മാറ്റാനായിട്ട് ഒരു പ്രയാസം, ഞാൻ അങ്ങനെ ഒരുപാട് പേരോട് പറഞ്ഞു, നിങ്ങൾ കഷ്ടത മാറാൻ വേണ്ടി പ്രാർത്ഥിക്കരുത് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടത നിൽക്കണേ, മാറാൻ പ്രാർത്ഥിക്കില്ല. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ആദ്യമായിട്ട് ഒരാൾ പറയുന്നത്, ഇങ്ങനെ കഷ്ടത മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് ദൈവം തന്ന വിഷയമാണ് അത്. നിങ്ങൾ എത്ര കുത്തിന്ന് പ്രാർത്ഥിച്ച് എത്ര ഉപയോഗിച്ചാലും ചിലപ്പോൾ ആ കഷ്ടത മാറത്തുമില്ല. അത് പ്രാർത്ഥിച്ച് നിരാശരാകുന്നതിനെക്കാട്ടി നല്ലത് ദൈവം അനുവദിച്ചു കൊടുത്താൽ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ഇതിനെ ജയിക്കാൻ വേണ്ടിയിട്ട് ഹല്ലേലൂയ, നമ്മൾ ഇതിനെ ജയിച്ചു കയറാനുള്ള കൃപ ചോദിച്ചു നമ്മൾ പെട്ടെന്ന് ഇതിലെ ജയിച്ചു. അപ്പൊ നമ്മൾ തിരിച്ചറിയാണ് ഇതിലെ കൂടെ നമ്മൾ പോകേണ്ടതാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിരാശ വരത്തില്ല. നമ്മൾ ദൈവത്തെ ചോദ്യം ചെയ്യത്തില്ല, നമ്മൾ പിറുപിറുക്കത്തില്ല. പലപ്പോഴും പിശാചിന് ഇത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടിട്ട് നമ്മൾ പിറുപിറുക്കണം ദൈവത്തോട്. ദൈവത്തിൽ നിന്ന് മാറി നിൽക്കണം. ദൈവത്തിനോട് അവിശ്വസ്തരാകണം നമ്മൾ. ഹല്ലേലൂയ. അപ്പൊ അവിടെ നമ്മൾ അത് ചെയ്യരുതൊരിക്കലും. ദൈവത്തോട് നമ്മൾ അവിശ്വസ്തരാകരുത്, ദൈവത്തോട് പിറുപിറുക്കരുത്. ഹല്ലേലൂയ. ആര് എന്ത് പറയുമ്പോഴും പറയില്ല, ഇത് എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്, ദൈവം അനുവദിച്ചതാണെങ്കിൽ ഞാൻ ജയടക്കുന്ന ജയാളിയെ ക്രിസ്തുവിനോടൊപ്പമാണെങ്കിൽ ആ ജയാളിയെ കർത്താവ് എന്റെ കരം പിടിച്ചിട്ടില്ല, ഞാൻ ഇതിനെ ജയിക്കും. കാരണം എന്താ, ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ലോകത്തെ ജയിച്ച് നിങ്ങളും ജയിക്കും. കർത്താവ് വെറുതെ പറയത്തില്ലല്ലോ. കർത്താവ് നമ്മളോട് ജയിക്കുമെന്ന് നമ്മൾ ജയിക്കുക തന്നെ. ഏത് പരീക്ഷയായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഹാലിലെ എത്ര വലിയ പ്രതിസന്ധിയായിട്ടാണ് നമ്മൾ അതിനെ ജയിച്ച് കയറി തന്നെ ചെയ്യും. നമുക്ക് വായിക്കാം റോമാലേഖനം 8:28-29. റോമൻസ് 8:29, 28-29. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ ദൈവത്തെ സ്നേഹിക്കുന്നവർ പ്രകാരം വിളിക്കപ്പെടുന്നവർക്ക് തന്നെ സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത് നമ്മളായിരുന്നു. മുന്നറിഞ്ഞവരെ തന്റെ പുത്രന്മാർ അനേക സഹോദരന്മാർ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപം മുൻ നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനാണ് വിളിച്ചിരിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ കഷ്ടം വരുന്നത് നമ്മൾ തിരിച്ചറിയുമ്പോൾ അവിടെ നമ്മൾ പറയും, നമ്മൾ എന്തിനാ കഷ്ടത തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത്, നമ്മൾ ഹല്ലേലൂയ തന്റെ പുത്രൻ അനേക സഹോദരൻ ആദിജാതൻ അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ വേണ്ടി നമ്മെ വിളിച്ചു. അപ്പൊ നമ്മൾ
ജീവിതത്തിൽ എന്തുകൊണ്ടാ കഷ്ടത വരുന്നത് വെച്ചാൽ തന്റെ പുത്രനോട് അനുരൂപരാകാൻ വേണ്ടി ക്രിസ്തുവിനെ പോലെ നമ്മൾ ആയി തീരാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടതയെ കൂടെ കടന്നു പോകേണ്ടി വരുന്നത്. നമ്മൾ വിളിച്ചിരിക്കുന്ന മിനിയെ വിളിച്ച് മിനിയായിട്ടിരിക്കണം. സാറാമ്മ വിളിച്ചപ്പോഴും സാറാമ്മ ആമേ ഹല്ലേലൂയ കർത്താവിന്റെ വരവ് അല്ലെങ്കിൽ നമ്മുടെ മരണം ആ സമയം ആകുന്നവരെ സാറാമ്മയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മള് ക്രിസ്തുവിനെ പോലെ ആകാനാ വിളിച്ചേക്കുന്നത്. പുത്രനോട് അനുരൂപരാകാനേ നമ്മൾ വിളിച്ചേക്കുന്നത്. അപ്പൊ പുത്രനോട് അനുരൂപരാക്കണം നമ്മൾ. ഹല്ലേലൂയ. ആ വിളി അതിന് വേണ്ടിയിട്ടാണ് വിളിച്ചേക്കുന്നത്. ഹല്ലേലൂയ. അതിന് തൊട്ട് മുമ്പത്തെ വാക്യം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിച്ച സകല നന്മയ്ക്കായി കൂടി എന്താ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മ? എന്താ നമ്മുടെ ജീവിതത്തിൽ? ഇവിടെ വലിയ ഒരു വീടൊക്കെ കിട്ടി, കുറെ പണമൊക്കെ കിട്ടി, നല്ല ഏറ്റവും കൂടിയ കാറൊക്കെ വാങ്ങിച്ച് ഇവിടെ നമ്മളിങ്ങനെ ഭയങ്കര എന്താ പറയാ ലാവിഷായിട്ടൊക്കെ ജീവിക്കുന്നത്. ഇതാണോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം, അല്ലെ ഏറ്റവും വലിയ നന്മ? സകല നിനക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. എന്താണ് ആ നന്മ? നമ്മുടെ ജീവിതത്തിലെ നന്മ മറ്റൊന്നുമല്ല. ഏറ്റവും വലിയ നന്മ നമ്മൾ കർത്താവിനെ പോലെ ക്രിസ്തുവിനെ പോലെ ആകുക എന്നുള്ളത് തന്നെ. നമ്മളിലൂടെ ക്രിസ്തു വെളിപ്പെടുക എന്നുള്ളതാണ്. നമ്മൾ ക്രിസ്തുവിന് അനുരൂപരായി മാറുക എന്നുള്ളതാണ്. നമ്മൾ പുത്രനെ അനുരൂപരായി മാറുക. പുത്രനാരാ? ആമേ ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തുവിനെ പോലെ നമ്മൾ ആകണമെന്ന ദൈവത്തിന്റെ ആഗ്രഹം. ദൈവം എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അതിനു വേണ്ടിയിട്ട്. ഞാൻ എപ്പോഴും കഴിഞ്ഞ ദിവസമൊക്കെയും പറഞ്ഞ പോലെ നമുക്ക് കർത്താവിനിപ്പം ഞാൻ വരുന്ന കർത്താവെ കാശില്ലേ എനിക്ക് റെന്റ് കൊടുക്കാൻ കാശില്ലേ, ചെലവിന് കാശില്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ കാശില്ലേ എന്ന് പറയുമ്പോൾ കർത്താവിനെ കാശ് തരാനായിട്ട് ഇങ്ങനെ ഒരു നൊടി നേരത്തെ പോലും സമയം വേണ്ട തരാനായിട്ട്. എത്ര മില്യൺസ് തരാനും സമയം അത്രയും വേണ്ട. പക്ഷെ കർത്താവ് തരാത്തത് എന്തുകൊണ്ട്? കർത്താവിന് ഇമ്പോർട്ടന്റ് അതൊന്നും അല്ല. മോളെ, നീ കുറച്ച് ഞെരുക്കത്തെ കൂടെ പോലും കുഴപ്പമില്ല, നീ കഷ്ടത്തെ കഴിച്ച് നിന്നെ കൂടെ അപമാനത്തെ കൂടെ ഒക്കെ പോലും കുഴപ്പമില്ല. എന്റെ ആഗ്രഹം നീ എന്റെ പുത്രനെ പോലെ ആയി വരണമെന്ന്. ക്രിസ്തുവിനെ പോലെ ക്രിസ്തു നിന്നിലൂടെ അനേകർക്ക് നിന്നെ കാണുമ്പോ ക്രിസ്തു നിന്നിലൂടെ വെളിപ്പെടണം എന്നാണ് എന്റെ ആഗ്രഹം. അതുകൊണ്ട് നിന്റെ ഈ സങ്കടമൊക്കെ ഞാനങ്ങ് മാറ്റി വെക്കും. ഇതിനൊന്നും എനിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. കാരണം അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒരു കാര്യം തിരിച്ചറിയാം. സ്വന്തം പുത്രനെ ആദരിക്കാൻ നമുക്ക് തന്ന ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാന്ന് ഓൾറെഡി നമുക്ക് വെളിപ്പെടുത്തി കഴിഞ്ഞു. ആ സ്നേഹത്തിന് അപ്പുറമായിട്ട് മറ്റൊരു സ്നേഹം ഞാൻ തുല്യം വെക്കാൻ മറ്റൊരു സ്നേഹമില്ല. അങ്ങനെ കർത്താവിന് നമ്മളോട് നിന്ന് ചെറിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കരയുമ്പോഴോ വിഷമിക്കുമ്പോഴോ സങ്കടപ്പെടുക കണ്ട് ചിരിക്കുന്ന ദൈവമാണ് അവിടെ ഇരിക്കുന്നത്. നമ്മൾ ആരെങ്കിലും നമ്മുടെ മക്കളിൽ നിന്ന് കരഞ്ഞ് സങ്കടം പറയുമ്പോൾ നമ്മൾ കുടുംബാറിൽ ചിരിക്കാറുണ്ട്. കൊള്ളാം കേട്ടോ, കുറച്ചുകൂടെ കരഞ്ഞു കേട്ടോ, ഇച്ചിരി കരഞ്ഞു കേട്ടോ, കുഴപ്പമില്ലെന്ന് പറയൂ? ഇല്ല. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ കണ്ണ് നിറയുന്നത് കണ്ടു കഴിഞ്ഞാല് അപ്പൊ തന്നെ നമ്മുടെ കണ്ടോളൂ പോലെ അതുപോലെ തന്നെ ദൈവത്തിനും. പക്ഷെ ദൈവം അതിനെക്കാട്ടി ഇമ്പോർട്ടൻസ് നമ്മൾ കർത്താവ് നമുക്ക് വേണ്ടി കൊടുക്കുന്നതിന്റെ കാര്യം നമ്മൾ പുത്രനോട് അനുരൂപരാകണം. ക്രിസ്തു നമ്മളിലൂടെ വെളിപ്പെടണം. കാരണം ക്രിസ്തുവിന്റെ പകരക്കാരായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ ദൈവം ആക്കി വെച്ചിരിക്കുമ്പം നമ്മളിലൂടെ ജഡസ്വഭാവങ്ങളല്ല പുറത്തു വരേണ്ടത്, ക്രിസ്തു തന്നെ വെളിപ്പെട്ട് വരണം. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞു വന്നവൻ ഹല്ലേലൂയ ലോകത്തിന്റെ വെളിച്ചമായി മാറിയതുപോലെ ഇന്ന് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നിടത്ത് വെളിച്ചമായി മാറാൻ വേണ്ടി ദൈവം വിളിച്ചേക്കുന്നത്. അപ്പൊ വെളിച്ചമായിട്ട് പ്രകാശിക്കണമെങ്കിൽ ലൈറ്റ് ഇട്ടിട്ട് പ്രകാശിക്കാനല്ല, സൂര്യന്റെ വെളിച്ചത്തിൽ പ്രകാശിക്കാനല്ല, നമ്മൾ തന്നെത്താനെ പ്രകാശിക്കുന്നവരായി മാറണം. ആ മഹത്വം നമ്മൾ ക്യാരി ചെയ്യുന്നവരായി മാറണം. ഹല്ലേലൂയ. എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ പറയുമ്പം ഞാൻ എന്റെ ദൈവത്തിന്റെ കൂടെയാണ് നടക്കുന്നത്. എന്റെ ദൈവം എനിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നത്. എനിക്കൊരു ദൈവം ഉണ്ട് എന്നൊക്കെ പറയും. ഈ ദൈവം ആരെന്ന് പലരും ചോദിക്കും. അപ്പം ഏതെങ്കിലും ഫോട്ടോയിൽ ഇരിക്കുന്ന ഭിത്തിയിൽ ഇരിക്കുന്നതിനെ ചൂണ്ടിക്കാണി ഇതാണ് എന്റെ ദൈവം എന്നല്ല പറയേണ്ടുന്നത്. അല്ലെ ഇവങ്ങ് സ്വർഗത്തിരിക്കുന്ന ദൈവത്തെ കുറിച്ചല്ല പറയേണ്ടത്. ഹല്ലേലൂയ. സ്വർഗത്തിരിക്കുന്ന ദൈവം സ്വർഗം ഒത്തിരി അകലമാ. ആ ദൈവം എവിടെയുണ്ട്? എന്നെ കാണാൻ, എന്നെ നോക്ക്, ഹല്ലേലൂയ എന്നിലുണ്ട് ദൈവം എന്ന് പറയണം. ആ ക്രിസ്തു എന്നിലായിരിക്കുന്ന ഇപ്പം. ഈ ആത്മതത്വത്തെ പ്രത്യാശ ക്രിസ്തു അമ്പലത്തിലും പള്ളിയിലും അല്ലെങ്കിൽ കല്ലിലും മണ്ണിലും ഹല്ലേലൂയ വീട്ടിൽ ഇരിക്കുന്ന ഫോട്ടോയിൽ വന്നു അല്ല ഇരിക്കുന്നത്. ആ ക്രിസ്തു എന്നിലായിരിക്കുന്നത്. ഞാൻ പറഞ്ഞ കർത്താവ് പറഞ്ഞ പോലെയാ, ഞാൻ നിൽക്കുന്നെങ്കിൽ കർത്താവ് നിൽക്കുന്ന പോലെയാ. അങ്ങനെ തന്നെയല്ലേ ദൈവം നമ്മളാക്കിയേക്കുന്നത്? അങ്ങനെയല്ലേ ദൈവം നമുക്ക് അധികാരം തന്നേക്കുന്നത്? ആണോ? അത് മോളെ നീ പറ, ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് വിടുതലാക്കി, ഇങ്ങനെയാണോ പറഞ്ഞേക്കുന്നത്? അല്ല. നമുക്ക് അഭിഷേകം, നമുക്ക് അധികാരം, നമ്മുടെ നാവിന് അധികാരം തന്നെ. പത്രോസിന് പറഞ്ഞ എന്താ? നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിച്ച സ്വർഗത്തിൽ അഴിയും.
ഹല്ലേലൂയ. കാരണം എന്താ? ഞാൻ നിനക്ക് അധികാരം അങ്ങനെ തന്നത്, സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരുന്നു. കർത്താവ് യേശുക്രിസ്തു അധികാരം കംപ്ലീറ്റ് കർത്താവിന്റെ കയ്യിലാണ്. ആ അധികാരത്തെ കർത്താവ് നമുക്ക് തന്നേക്കുന്നു. അത് സ്വന്തമാക്കിയിട്ട് ശേഷം നമുക്ക് തന്നേക്കും. ഹല്ലേലൂയ. അപ്പൊ ഈ അധികാരം നമ്മളിലൂടെ വെളിപ്പെടണം. നമ്മൾ പുത്രനായി മാറണം. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ട് എന്താ അത് വെളിപ്പെടാത്തതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ പുത്രനോട് അനുരൂപരായി മാറിയിട്ടില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മളൊക്കെ ഇന്ന് പലർക്കും കഷ്ടതയും പ്രയാസവും ഒക്കെ ഉണ്ടെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു മാറ്റം നമ്മളിൽ വന്നിട്ടില്ല. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നമ്മൾ രൂപാന്തരപ്പെട്ട് വന്നിട്ട്, അല്ലെങ്കിൽ നമ്മളിൽ ക്രിസ്തു വെളിപ്പെടാൻ തുടങ്ങിയിട്ടില്ല. പുത്രത്വം നമ്മൾ വെളിപ്പെടാൻ തുടങ്ങിയിട്ടില്ല. നമ്മൾ പുത്രന്മാരാണ്. ഹല്ലേലൂയ. എബ്രായ ലേഖനം പറയാം, നിങ്ങൾ സകലത്തിന് അവകാശിയാണ്. പക്ഷെ നിങ്ങൾ അത് മനസ്സിലാക്കാത്തോളം കാലം നിങ്ങൾ ദാസന്മാരെക്കാട്ടി ഒട്ടും വിശേഷതയുള്ളവനല്ല. ഇന്ന് നമ്മൾ ദാസ്യത്വത്തിൽ തന്നെ വീണ്ടും കിടക്കുന്നതിന്റെ കാരണം, ക്രിസ്തു നമ്മളെ സ്വതന്ത്രമാക്കിയിട്ടും ആ സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തതിന്റെ കാരണം നമ്മുടെ അറിവില്ലായ്മയാണ്. അത് മുഖാന്തരം നമ്മൾ ആ ക്രിസ്തുവിനോട് ഒപ്പം, അല്ല ക്രിസ്തുവിനെ പോലെ ആയിത്തീരാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാ വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടങ്ങളൊക്കെ വരുന്നത്. ഹല്ലേലൂയ. നമ്മള് എവിടെയൊക്കെ ഇനി ശരിയാനുണ്ട്, ചിലതൊക്കെ കുമ്പോഴൊക്കെ ചെത്തി പോകാനുണ്ട്, അല്ലെങ്കിൽ ചിലതൊക്കെ കൂടെ ഉരച്ച് കളയാനുണ്ട്. ഹല്ലേലൂയ. എന്നാൽ മാത്രമേ ക്രിസ്തു നമ്മളിലൂടെ ഫലം കായ്ക്കത്തുള്ളൂ. കർത്താവ് തന്നെ കായ്ക്കാനല്ല ഇഷ്ടപ്പെടുന്ന, കൊമ്പുകളും മുന്തിരികളും ഒരുമിച്ച് ചേർന്ന് നിന്നാൽ ഫലം കായ്ക്കുന്ന പറഞ്ഞു. കൊമ്പിന് മുന്തിരിവള്ളി വസിച്ചുകൊണ്ട് വേണം ഹല്ലേലൂയ ഫലം കായ്ക്കാൻ. അല്ലാതെ നമ്മൾ മാറി നിന്നിട്ട് ഞങ്ങൾ അവിടെ നിൽക്കാം, നിങ്ങൾ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ പറ്റും. കർത്താവ് എപ്പോഴും നമ്മളിലൂടെ ഫലം കായ്ക്കാനായിട്ട് ആഗ്രഹിക്കുമ്പം, നമ്മളെ ഫലം കായ്ക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് നമ്മളിൽ മാറ്റങ്ങൾ വന്നിട്ടില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ എവിടെയെങ്കിലും ഒക്കെ ഇന്ന് നമ്മൾ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഹല്ലേലൂയ, കർത്താവേ എന്റെ കഷ്ടം ഒന്ന് മാറ്റിത്തരണേ, എന്റെ പ്രയാസം ഒന്ന് മാറ്റിത്തരണേ, എന്റെ ബുദ്ധിമുട്ടൊന്ന് മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കുകയല്ല ചെയ്യേണ്ടത്. ഇന്ന് പ്രഭാതത്തെ കർത്താവേ, എന്തെങ്കിലും എന്നിൽ നീ വെച്ചെത്താനുണ്ട് ചെത്തിക്കോണം. ഞാൻ എവിടെയാണ് മാറേണ്ടതെന്ന് ഞാൻ പൂർണ്ണമായി സമർപ്പിച്ചത്. കാരണം എനിക്ക് ഈ കഷ്ടതയിൽ നിന്ന് മാറുകയല്ല വേണ്ടുന്നത്. എനിക്ക് എന്റെ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ഞാനൊന്ന് ആയിത്തീരണം. കർത്താവ് എന്നിലൂടെ പുത്രത്വം എന്നിലൂടെ വെളിപ്പെടേണ്ടപ്പോൾ ക്രിസ്തു എന്നിലൂടെ വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, അതിന് വിരോധമായിട്ട് എന്നിൽ വ്യാപരിച്ചു നിൽക്കുന്ന എന്റേതായ എന്തെങ്കിലും സ്വഭാവങ്ങൾ, അത് ദൈവത്തിന് ഹിതമല്ലാത്ത കാര്യങ്ങൾ എന്നിലുണ്ടെങ്കിൽ അത് അത് പൂർണ്ണമായി മാറ്റിക്കളയാൻ വേണ്ടിയിട്ട് ആ കൃപ എനിക്ക് വേണം. അതിനുവേണ്ടി ഞാൻ എന്നെ പൂർണ്ണമായ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് തരുന്നേന്ന് പറഞ്ഞ് നമ്മുടെ ഭാഗത്ത് ഒരു പ്രാർത്ഥന ഉണ്ടായി. നമ്മളൊന്ന് സമർപ്പിച്ചു കൊടുത്ത് അതിനെ പുതിയ വിധേയപ്പെട്ട നമ്മളുടെ കൂടെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ചോദ്യങ്ങൾ, നമ്മുടെ മനസാക്ഷി അല്ലെങ്കിൽ നമ്മളോട് ചുറ്റുപാടും നിൽക്കുന്ന, അല്ലെങ്കിൽ പൈശാചിയമുണ്ട് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയാൻ നിൽക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ പറയണം, ഞാൻ ഇപ്പോൾ ഇങ്ങനെ പോകുന്നെങ്കിൽ, ഞാൻ ഏത് അവസ്ഥയിലാണെങ്കിലും എന്റെ കരം പിടിച്ച് എന്നെ നടത്തുന്ന ഒരു നാഥൻ എന്റെ കൂടെ ഉണ്ട്. ആ കർത്താവിന്റെ കൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിൽ എനിക്കറിയാം ഈ നടത്തം നമ്മളെ ഇരുട്ടിലേക്കോ താഴ്ചയിലേക്കോ അല്ല. പിടിച്ചിരിക്കുന്ന കരം ജയാളിയായ ക്രിസ്തു ആണെങ്കിൽ ഞാൻ ജയാളിയായി പുറത്ത് ഒരു പൊന്നു ശോധന ചെയ്തത് നല്ല വിലയേറിയതായി പുറത്തു വരുന്നത് ഞാൻ പുറത്ത് വരിക തന്നെ ചെയ്യും. അതിന് വേണ്ടുന്ന ഒറ്റ കാര്യമുള്ളത്, എന്റെ ഭാഗത്തു നിന്നുള്ളൊരു സമർപ്പണം. ഞാൻ പിറുപിറുക്കാതെ, പരാതി പറയാതെ, ദൈവത്തിൽ സംശയിക്കാതെ, ഏറ്റവും കൂടുതൽ നമ്മൾ വേണ്ട കാരണം നമ്മുടെ ദൈവത്തെ നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ ദൈവത്തെ നമ്മൾ സംശയിക്കരുത്. സംശയിക്കാതെ ആ കർത്താവിനെ കൂടെ നടക്കാനായിട്ട് നമ്മൾ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കണം. നമ്മൾ ദൈവത്തെ തന്നെ ആശ്രയിക്കണം. മറ്റൊരുത്തേക്ക് നമ്മുടെ ആശ്രയം മാറിപ്പോകില്ല. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ ക്രിസ്തു ദൈവശബ്ദം കേട്ട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നമ്മൾ മുൻപോട്ട് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് പോകാനായിട്ട് നടക്കില്ല. അതിന് നമ്മൾ നമ്മൾ ഓരോ ദിവസം നമ്മളെ തന്നെ ക്രൂശിക്കണം. നമ്മളെ തന്നെ ക്രൂശിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം നമ്മളെ വഞ്ചിച്ചു കളയും. നമ്മുടെ ഹൃദയം പലപ്പോഴും നമ്മളോട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയും. ഹല്ലേലൂയ. അടുത്ത നമുക്ക് വായിക്കാം ഗലാത്യയിലെ 1-ാം അധ്യായം 15, 16, 17 വാക്യം വായിക്കാം. 15 തുടങ്ങി 17. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിപ്പിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോവുകയും ദമസ്കസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.
ഇവിടെ നമ്മൾ വായിക്കുന്നത്, എങ്കിലും എന്റെ ജന്മം മുതൽ എന്നെ വേർതിരിച്ച തന്റെ കൃപയാൽ വെച്ച് ദൈവം തന്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കുന്ന അവനെ എന്നിൽ വെളിപ്പെടുത്താൻ പ്രസാദിച്ചപ്പോൾ. ഹല്ലേലൂയ. അപ്പൊ കർത്താവിനെ ജാതികളോട് എങ്ങനെയാ സുവിശേഷം അറിയാം? തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കാൻ വേണ്ടിയിട്ട് ദൈവം കർത്താവിനെ എന്താ പറയാ, എന്നിൽ പൗലോസിൽ വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചപ്പോൾ. അപ്പൊ പൗലോസിൽ കർത്താവ് വെളിപ്പെടണം, കർത്താവ് യേശുക്രിസ്തു വെളിപ്പെടണം. എന്നാലാണ് ആ വെളിപ്പെടുമ്പോഴാണ് നമ്മളിലൂടെ കർത്താവ് വെളിപ്പെടാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ. അപ്പോഴാണ് മറ്റു മാംസരക്തങ്ങളോടൊന്നും അഭിപ്രായം ചോദിച്ചില്ല ഞാൻ. കാരണം എന്നിലൂടെ ക്രിസ്തു വെളിപ്പെടാം, അല്ലെങ്കിൽ ആ ക്രിസ്തുവിന്റെ സുവിശേഷം ഞാൻ പറയാനായിട്ട് ജാതികളുടെ ഇടയിലേക്ക് പോകുമ്പോൾ ഞാനായി ചെന്ന് നിന്നിട്ടല്ല ആ സുവിശേഷം പറയേണ്ട. ഇവിടെ പറയുന്നത് അങ്ങനെയാ, ഞാൻ ജാതികളിൽ എന്നിൽ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ട അവരെ എന്നിൽ വെളിപ്പെടുത്താൻ പ്രസാദിച്ചപ്പോൾ. അപ്പൊ നമ്മളിൽ ഓരോരുത്തർ, നമുക്ക് എന്തുകൊണ്ടാണ് പലപ്പോഴും ദൈവം ഏൽപ്പിച്ച വേല നമുക്ക് ചെയ്യാൻ പറ്റാത്തത്? നമ്മളിൽ ആ ക്രിസ്തു വെളിപ്പെടാനായിട്ട് നമ്മൾ അനുവദിക്കുന്നില്ല. കാരണം നമ്മൾ നേരത്തെ ഒരു പുത്രനെ പോലെയാകണം. ക്രിസ്തു നമ്മളിലൂടെ പുത്രത്വം, നമ്മൾ പുത്രനോട് അനുരൂപരാകണമെന്ന് പറഞ്ഞു. ക്രിസ്തുവിനോട് ഇവിടെ പറഞ്ഞ നമ്മളിലൂടെ അനുരൂപരായ മാത്രം പോലെ നമ്മളിലൂടെ വെളിപ്പെടണം. ദൈവത്തിന് ക്രിസ്തുവിനെ നമ്മളിലൂടെ വെളിപ്പെടുത്താനാണ് ആഗ്രഹം. ഹല്ലേലൂയ. നമ്മൾ ചെന്നൊരാളുടെ മുമ്പിൽ നിൽക്കുമ്പം അവൻ ക്രിസ്തു ചെന്ന് നിൽക്കുന്നത് പോലെ കർത്താവ് യേശു ക്രിസ്തു അവിടെ ചെന്നാൽ എന്തൊക്കെയാണ് സംഭവിക്കും? നമ്മളെപ്പോഴും പറയും, കർത്താവിനെ തൊട്ടവരും കർത്താവ് തൊട്ടവരും സൗഖ്യമായി, അല്ല യേശുവിനെ തൊട്ടവരും യേശു തൊട്ടവരും സൗഖ്യമായി. പറയത്തില്ല നമ്മള്, യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോ യേശു പറയുന്നത് ശക്തി പുറപ്പെട്ടു. ഹല്ലേലൂയ. ഈ ശക്തി ഇന്ന് എവിടെയാ തന്നേക്കുന്നത്? നമ്മളെ തന്നേക്കുന്നത്. നമ്മൾ കാണാറുണ്ട്. ഞാൻ എപ്പോഴും പറയും, ഖ്യാതനും കുൽമാനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയും. ഹല്ലേലൂയ. കാരണം അവരിൽ നിന്ന് ഇതുപോലെ ശക്തി പുറപ്പെട്ടതായിട്ട് ഒരുപാട് ടെസ്റ്റിമണീസ് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ കർത്താവ് യേശുക്രിസ്തു മാത്രമല്ല ശക്തി പുറപ്പെടുന്നത് കേട്ടോ. അത് നമ്മളിലൂടെ ക്രിസ്തുവിൽ നിന്ന് പൗലോസ് അപ്പോസ്തലന്റെ എന്താ പറയാ, തൂവാല എന്നുവെച്ചാൽ സത്യം പറയാൻ വിയർപ്പ്, ഇതുപോലും രാജ്യങ്ങൾ തോറും കടന്നു. അതിന് മനുഷ്യൻ പോയില്ല. അപ്പൊ ക്രിസ്തു, ഹല്ലേലൂയ, നമ്മൾ പുത്രനോട് അനുരൂപരാകണമെന്ന് ഹല്ലേലൂയ കർത്താവ് ആഗ്രഹിക്കുന്ന കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പം ഗലാത്യ ലേഖനത്തിൽ വന്നപ്പോ പൗലോസ് അപ്പോസ്തലൻ പറയാ, ആ ക്രിസ്തു നമ്മളിലൂടെ വെളിപ്പെടാം. ദൈവത്തിന് നമ്മളിലൂടെ കർത്താവിനെ വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹം തോന്നിയേക്കാണ്. അതിനാണ് നമ്മളെയൊക്കെ വേർതിരിച്ച് വിളിച്ചേക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മളിലൂടെ അത് വെളിപ്പെടാൻ പറ്റാത്തതിന് കാരണം എന്താന്ന് ചോദിച്ചാൽ നമ്മൾ അതിനനുസരിച്ച് ഏൽപ്പിച്ചു കൊടുക്കാത്തതുകൊണ്ടാണ്. നമ്മളോട് കുറെയൊക്കെ നമ്മുടെ ജഡം പിടിച്ചോണ്ട് കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. കർത്താവ് നമ്മളോട് വെളിപ്പെടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ മരിക്കണം. ചില മേലൊന്നും മരിച്ചിട്ടില്ല ഇന്നും. നമ്മൾ മരിപ്പിക്കണം. നമുക്ക് എല്ലാവർക്കും വലിയ അമ്മേഹാലി അതുപോലെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. അനേക ഇടങ്ങളിൽ കടന്നു പോകണം, അനേകരെ സൗഖ്യമാക്കണം, നമ്മൾ എവിടെങ്കിലും ചെന്ന് കാല് വെച്ചാൽ കുടുംബം വിടുവിക്കപ്പെടണം. നമ്മളൊരു വ്യക്തി കണ്ടുമുട്ടി അവരുമായിട്ട് എൻകൗണ്ടർ ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ ജീവിതം മാറി മറിയണം. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ആഗ്രഹം ഭയങ്കര. പക്ഷെ ഇതൊക്കെ ആഗ്രഹമായി മാത്രം ഇരിക്കുമ്പം നമ്മൾ നമ്മളെ തന്നെ മരിപ്പിക്കുന്നില്ലാത്തതുകൊണ്ടാണ്, നമ്മൾ മരിക്കാത്തത് കൊണ്ടാണ് ക്രിസ്തു നമ്മൾ ജീവിക്കാത്തത്. ക്രിസ്തു നമ്മൾ ജീവിക്കുക വേണ്ട, നമ്മൾ മറഞ്ഞിരിക്കുകയല്ല വേണ്ടത്. ഹല്ലേലൂയ. ക്രിസ്തു നമ്മളിലൂടെ മറ്റുള്ളവർ ക്രിസ്തുവിനെ കാണണം, നമ്മളെ കാണണം. ക്രിസ്തു നമ്മളിലൂടെ വെളിപ്പെടുക തന്നെ വേണം. അവിടെ രൂപാന്തരപ്പെടണമെന്ന് ഇവിടെ വെളിപ്പെടണമെന്ന് ഞാൻ പറയും. നമ്മൾ ആ പുത്രനെ പോലെയാകണം എന്ന് പറയുമ്പോൾ അതുപോലെ ഇരിക്കുന്നിട്ട് ആ സാറാമിസ്റ്റെ പോലെ ഉണ്ടാകുന്നിട്ട് അവിടെ സ്ത്രീയെ കണ്ട്. അത് പക്ഷെ ആയില്ല, പൂർണ്ണമാകത്തില്ല. അല്ല നമ്മൾ കാണുന്ന ആളെ ഡിറ്റോ രൂപം മാത്രമല്ല, സ്വഭാവവും പ്രവൃത്തിയും സകലതും അങ്ങനെ ആകണം. അങ്ങനെ പറയൂ, ഞാൻ സാറാമിസ്റ്റെ കണ്ടു. ഹല്ലേലൂയ. ഒരുപോലെ ഒരാളെ പോലെ 7 പേരുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ലോകത്ത്. പക്ഷെ 7 പേര് ഒരേ സ്വഭാവമായിരിക്കും അല്ല. പക്ഷെ 7 പേരിലും ക്രിസ്തു വെളിപ്പെടുന്നെങ്കിൽ 7 പേരുടെ സ്വഭാവം നമ്മൾ ദൈവിക സ്വഭാവമുള്ളവരായി മാറുമെന്ന് പറയാന്, ദൈവത്വത്തിലേക്ക് നമ്മൾ എത്തുന്ന. ഹല്ലേലൂയ. നമ്മൾ ജഡത്തിൽ മനുഷ്യത്വം പാരമ്പര്യത്തിൽ നമ്മുടെ അപ്പന്റെ അമ്മയുടെ സ്വഭാവത്തിൽ നിന്ന് മാറി ഹല്ലേലൂയ നമ്മൾ കർത്താവിന്റെ സ്വഭാവം നമ്മളിലൂടെ വെളിപ്പെടാൻ തുടങ്ങണം. അവിടെയാണെങ്കിൽ എന്താ കർത്താവിന്റെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ സാറാമസത്തെ കണ്ടിട്ട്
മൈൻഡ് ചെയ്തില്ല, ചിരിച്ചില്ല, അല്ലെങ്കിൽ ഒന്നുമില്ല. സാമ സിസ്റ്റർ ആ മിനി സിസ്റ്ററിനെ കണ്ടിട്ട് ഒന്നും മൈൻഡ് ചെയ്തല്ല, എന്നാ ഞാനും പോണ്ട, മൈൻഡ് ചെയ്യണ്ട. ഇതാണോ ക്രിസ്തുവിന്റെ സ്വഭാവം? ആണോ? അല്ല. എന്നെ കുറിച്ച് എല്ലാവരും ഇന്നലെ ഇങ്ങനെ പറഞ്ഞില്ല, അതുകൊണ്ട് ഇനി ഞാനും കുറച്ച് ദിവസം മിണ്ടുന്നില്ല, അല്ല ഞാനും അങ്ങോട്ട് പോകുന്നില്ല, ഞാനത് ചെയ്യുന്നില്ല. കാരണം ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടിയാൽ മാത്രം അങ്ങോട്ട്, അല്ല ഇങ്ങോട്ട് എന്തെങ്കിലും ഒരു ഒന്ന് ഇങ്ങോട്ട് ചിരിച്ച അങ്ങോട്ട് ചിരിക്കും, ഇങ്ങോട്ട് പ്രൈസിലോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പ്രൈസിലോട്ട്. ഇതാണ് നമ്മുടെ സ്വഭാവം. കർത്താവിന്റെ സ്വഭാവം അങ്ങനെയല്ല. ഹല്ലേലൂയ. തള്ളി പറഞ്ഞാലും ആമേ ഹല്ലേലൂയ. എന്താ പറയാ, വീണ്ടും വിളിച്ച് വേറെ കൊണ്ടുവന്ന് ഏൽപ്പിച്ച വേലയൊക്കെ കളഞ്ഞിട്ട് പടകും വലയെടുത്തോണ്ട് വീണ്ടും മീൻ പിടിക്കാൻ പോയാലും അവരെ പുറകെ ചെല്ലും. ചെല്ലുന്ന വെറുതെ ആണോ? കഷ്ടപ്പെട്ട് മീനൊക്കെ പിടിച്ചോണ്ട് വരുന്ന, അല്ലെങ്കിൽ പലയൊക്കെ വീശുന്നല്ലേ, അവർ കഴിക്കാൻ വേണ്ടി പ്രാതലൊക്കെ ഒരുക്കി വെച്ച് കാത്തിരിക്കും. നമ്മളങ്ങനെ ആയിരിക്കണം. എന്ന് വന്ന് അടുത്തോട്ട് കിട്ടിയിട്ടാണ് 4 പറയാനായിട്ടെന്ന് പറയൊക്കെ നമ്മൾ നിൽക്കുന്നത്. എന്നാലും ഞാൻ ഇത്രയും നാൾ പല ദൈവാസം പറയും, ഞങ്ങൾ കുത്തിരുന്ന് പ്രാർത്ഥിച്ചു കേട്ടോ, അവരൊക്കെ വന്ന് നമ്മുടെ പ്രാർത്ഥനയിലൊക്കെ വന്ന് അവരൊക്കെ അങ്ങ് നല്ല നിലയിലൊക്കെ അയക്കുമ്പോൾ നമ്മളെ കളഞ്ഞിട്ട് പോയത് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് പലരും പറയും, നമുക്ക് കേൾക്കാറുണ്ട്. ഞാൻ ആര് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചാലും നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നത് അത് പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടൊന്നുമല്ല. പ്രാർത്ഥിക്കണം, ഇല്ലെന്ന് ഞാൻ പറയാം, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. പക്ഷേ ദൈവം നമ്മുടെ അവസ്ഥകളെ മാറ്റാൻ ദൈവത്തിന് സമയമുണ്ടെന്നേ. നമ്മുടെ ജീവിതത്തെ ആ സമയത്ത് അതൊക്കെ നടക്കത്തുള്ളൂ. ഞാൻ നിങ്ങൾ എത്ര പോസിറ്റീവ് പറഞ്ഞാലും, എത്ര തല്ലിയും കുത്തി മറിഞ്ഞെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ, ദൈവത്തിന്റെ ഒരു ടൈം ഉണ്ട്. ആ ടൈം എപ്പോഴാ അത് വരുന്നത് വെച്ചാൽ, ഞാൻ പലപ്പോഴും പറഞ്ഞു തന്നിട്ട്, ഉപവാസത്തോട് നമ്മൾ ദൈവസന്നിധി ഇരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ വിടുതൽ നടക്കുന്നത് കാരണം നമ്മൾ ഉപവസിക്കുന്നുണ്ടല്ല വിടുതൽ നടക്കുന്നത്. നമ്മൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും നമ്മൾ ദൈവത്തോടു കൂടെ വസിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില വിട്ടുകളയേണ്ടതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മാറിപ്പോകുന്നു. ഈ സ്വഭാവമൊക്കെ നമ്മളിന്ന് മാറിപ്പോകും. നമ്മളൊന്നും കൂടെ ഒന്ന് ദൈവത്തിന് അടുത്ത് വരും, നമ്മളൊന്ന് രൂപാന്തരം എന്ന് വെച്ചാൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുക ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കലി നമ്മൾ ഉപവാസത്തോട് പ്രാർത്ഥന ദൈവസന്നിധി ഇരിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തെ വിടുതൽ നടക്കുന്നത്. നീ ഈ ലെവലിലേക്ക് എത്തി, നിനക്ക് ഇതിങ്ങനെ ഓരോ ഇങ്ങനെ ലെവലിൽ നമുക്ക് വെച്ചിരിക്കുകയാണ്. നമ്മൾ പറയത്തില്ല, ഈ ചില ഗെയിമൊക്കെ ഈ ലെവലിലെത്തി ഇതെടുക്കാം, ഈ ലെവലിലെത്തി ഇതെടുക്കാം എന്ന് പറയുന്ന പോലെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കർത്താവുമായിട്ടുള്ള ബന്ധം, നമ്മുടെ ക്രിസ്തീയ ജീവിതം അങ്ങനെ തന്നെയാണ്. നമ്മളുടെ കയ്യിലായിരിക്കുന്ന നമ്മുടെ അനുഗ്രഹം, നമ്മുടെ ശുശ്രൂഷ, നമ്മുടെ നന്മകൾ സകലം നമ്മുടെ ഇതിൽ പറയുന്നുണ്ട്, എല്ലാ സ്വർഗീയ എല്ലാ ആത്മീയ അനുഗ്രഹത്തെ ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, ഇനി അനുഗ്രഹിക്കാമെന്നല്ല, ഓൾറെഡി അനുഗ്രഹിച്ചു കഴിഞ്ഞു. നമ്മുടെ ദൈവത്തോട് കർത്താവെ തരണേ കർത്താവ് ഓൾറെഡി ഞാൻ നിനക്ക് വേണ്ടുന്ന എല്ലാം തന്നു കഴിഞ്ഞു. ഇനി അതൊക്കെ സമയാസമയങ്ങളിൽ എടുക്കുക എന്നുള്ളത് നിന്റെ ഉത്തരവാദിത്വം, പ്രാപിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം. അപ്പൊ നമുക്ക് പലതും കിട്ടുന്നില്ലെങ്കിൽ, എന്റെ കാര്യം ഉൾപ്പെടെ ഞാൻ പറയട്ടെ, നമുക്ക് പലതും പ്രാർത്ഥിച്ചിട്ട് ലഭിക്കുന്നില്ലെങ്കിൽ അതിന് കാരണം നമ്മളത് പ്രാപിക്കുന്നില്ല, നമ്മൾ ആ ലെവലിലേക്ക് കയറാൻ കഴിയുന്നില്ല നമുക്ക്. എന്നാലും നമ്മള് അല്ലേ, ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ ഒരു സ്പെഷ്യൽ പ്രെയർ വെച്ച്, എന്തിനാ അതിനകത്ത് പറഞ്ഞ ആദ്യത്തെ സബ്ജക്ട് പ്രാർത്ഥന റിക്വസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ എന്താ പറയാ, എത്ര ആഗ്രഹിച്ചിട്ടും ആത്മീയമായിട്ട് ഒരു പർട്ടിക്കുലർ ലെവൽ കഴിഞ്ഞ് മുകളിലോട്ട് കയറാൻ നമുക്ക് കഴിയുന്നില്ല. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞല്ലേ. അപ്പൊ ആ കഴിയാത്തതിന്റെ കാരണം എന്താന്ന് ദൈവം നമുക്ക് തന്നില്ലേ. അതിനൊക്കെ നമുക്ക് കഴിയുന്നില്ല പലപ്പോഴും, കാരണം അത് നമ്മുടെ സമർപ്പണമില്ലായ്മയാണ്. ചില മേഖലകൾ നമ്മൾ ഇനിയും സമർപ്പിക്കാനുണ്ട്. നമ്മളിന്ന് പറയുന്നത് ചില കീടങ്ങളൊക്കെ ഇനി ഉണ്ടെന്ന് പറയത്തില്ല, ആ കീടങ്ങളൊക്കെ നമ്മളിന്ന് പോകണം. അപ്പൊ നമ്മൾ ശരിക്കും ആ ദൈവത്തെ പോലെയാകണം. ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ ഇഷ്ടം ചെയ്യണം, കർത്താവിന്റെ കൂടെ നടക്കണം, അങ്ങയുടെ ഹിതം എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് അതിനുള്ള കൃപ പ്രാപിക്കാൻ വേണ്ടി നമ്മൾ എന്റെ മേൽ വരണമേ എന്ന് നമ്മളൊന്ന് സമർപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വരും. നമുക്ക് അതിലേക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55 8-9 വാക്യം ഒന്ന് വായിക്കാവോ? 55 8-9. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അപ്പം നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ, നമ്മളെ കുറിച്ചുള്ള വിചാരങ്ങൾ, നമ്മളെ കുറിച്ചുള്ള പദ്ധതികൾ. നമ്മുടെ വിചാരം ഈ ഭൂമി ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പം കർത്താവിന്റെ വിചാരം നമ്മളെ കുറിച്ചുള്ള വിചാരം സ്വർഗവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്.
എന്ന് പറയുമ്പം അതുപോലെ ആകാശഭൂമിക്ക് മേത് ഉയർന്നിരിക്കുന്ന പോലെ അത്രത്തോളം അന്തരമുണ്ട് നമ്മുടെ വിചാരത്തിൽ ദൈവത്തിന്റെ വിചാരം. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന വലിയ വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത്, വലിയ വലിയ ലെവലിലേക്കൊക്കെ നമ്മൾ എത്തിക്കാൻ വേണ്ടി. അപ്പൊ നമ്മളോട് ദൈവം സകലം വെളിപ്പെടുത്തത്തില്ല, നമ്മളോട് ദൈവം സകലം പറയത്തില്ല. കാരണം പരമാധികാരിയ ദൈവത്തിന് അതിന്റെ ആവശ്യമില്ല, ദൈവം അത് പറയത്തുമില്ല. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഹല്ലേലൂയ ആ ആഗ്രഹം ദൈവം നമ്മളിവിടെ ആഗ്രഹിക്കുന്ന ഇവിടെ ഈ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം എപ്പോഴും എവിടെയായിട്ട് ബന്ധപ്പെട്ടതാ? ഇങ്ങോട്ട് നോക്കിക്കേ. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം എവിടുമായിട്ട് ബന്ധപ്പെട്ടതാ? ഈ ഭൂമിയായിട്ട് ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ നമുക്ക്. ഹല്ലേലൂയ അല്ലേ? പക്ഷെ ദൈവത്തിന് നമ്മളെ കുറിച്ച് പറഞ്ഞത് ഈ ഭൂമിയായിട്ട് ബന്ധപ്പെട്ടല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഭൂമിയിലുള്ളവരല്ല, നമ്മുടെ പൗരത്വം ഇവിടെ അല്ല. ഇത് കുറച്ച് ഇപ്പൊ ഞാനിപ്പോ യു എയിലായിരിക്കുന്നു. ഇപ്പൊ എനിക്ക് യു എയിലായിരിക്കുമ്പോൾ എന്റെ ആഗ്രഹമല്ല എന്താ, എന്റെ നാടുമായിട്ട് ബന്ധം. നമുക്കിപ്പോ എന്തെങ്കിലും നന്മകൾ വന്നാൽ, നിങ്ങളൊക്കെ റിട്ടയർമെന്റ് ലൈഫ് നടത്തുന്ന ആൾക്കാരുണ്ട്, ഖത്തറിലൊക്കെ ആയിരുന്നു നാട്ടിൽ പോയി. അപ്പൊ നിങ്ങൾക്ക് വന്ന നന്മകളൊക്കെ നിങ്ങൾ ഖത്തറിലാണോ ഡെപ്പോസിറ്റ് ചെയ്ത്? നിങ്ങൾ ഖത്തറിൽ കുറച്ച് സ്ഥലവും വീടൊക്കെ വാങ്ങിച്ചിട്ടിട്ട് നിങ്ങളിപ്പോ നാട്ടിൽ പോയി താമസിക്കണം ചെയ്യുന്നത്? അല്ല, നിങ്ങൾക്ക് കിട്ടിയ നന്മകളെല്ലാം നിങ്ങളുടെ നാട്ടിലേക്കാക്കി. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ചത് നാട്ടിലാണ് സമ്പാദിച്ചേക്കുന്നത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതാണ് എൻ്റെ നാട്. ഞാൻ ഇവിടുന്ന് കുറച്ച് നാൾ കഴിയുമ്പോൾ മടങ്ങി അവിടേക്ക് പോകേണ്ടതാണ്. അത് പിന്നീട് ഞാൻ അവിടെയാണ് താമസിക്കേണ്ടത്. അതിന്റെ എല്ലാ ബന്ധുക്കളും ഹല്ലേലൂയ എൻ്റെ ആൾക്കാരൊക്കെ അവിടെ കിടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കിട്ടുന്നതൊക്കെ ഞാൻ എൻ്റെ നാട്ടിൽ സമ്പാദിക്കത്തുള്ളൂ. നമ്മൾ മനുഷ്യർ നമ്മളിങ്ങനെ ആ ഒരു അവസ്ഥ വെച്ച് നമ്മളിങ്ങനെ ചെയ്തെങ്കിൽ അതും ഭൂമിയിൽ ആയുസ് 60, 70 അല്ലെങ്കിൽ 80, ഇനി പോട്ടെ 100 വരെ പോയി നിരുന്നുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. ആ കാലഘട്ടത്തിന് വേണ്ടി നമ്മൾ ഇത്രയും സമ്പാദിച്ചു കൂട്ടുന്നെങ്കിൽ യുഗായുഗങ്ങളോളം ഹല്ലേലൂയ കർത്താവിനോടൊപ്പം വാസം ചെയ്യുന്ന നമ്മൾ സ്വർഗീയ പൗരന്മാരായിരിക്കണം. നമ്മൾ ഹല്ലേലൂയ എവിടത്തെ കുറിച്ച് ചിന്തിക്കണം. നമ്മുടെ സമ്പാദ്യം എവിടത്തേക്ക് ആയിരിക്കണം ആ സമ്പാദ്യം? ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ ഷമീർ പാസ്റ്റർ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനകത്ത് 55 വർഷമായ ദൈവരാജ്യത്തിന് വേല ചെയ്ത ദൈവദാസിനെ കുറിച്ച് പറഞ്ഞു. ആ ദൈവദാസൻ ഹല്ലേലൂയ അദ്ദേഹത്തെ അയച്ചെടുത്തല്ല. ഹല്ലേലൂയ നമ്മുടെ ഏതോ ഒരു ഇതിന്റെ അണ്ടറിൽ നിൽക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തെ അയച്ച സ്ഥലത്തല്ല അദ്ദേഹം പോയ സ്ഥലങ്ങളിലെ സഭകൾ സ്ഥാപിച്ചു. അനേക ആത്മാക്കളെ നേടി എല്ലാം ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഭവനം ഉണ്ടായിരുന്നില്ല. അപ്പോഴും വാടക വീട്ടിൽ 55 വർഷത്തെ ശുശ്രൂഷ തികയ്ക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വാടക വീട്ടിലാണ് താമസിച്ചത്. അദ്ദേഹത്തിന്റെ പറഞ്ഞ കാര്യം വേറെ നിങ്ങൾ പറഞ്ഞപ്പോ മക്കളുടെ കല്യാണ സമയത്ത് ഹല്ലേലൂയ അവൻ കല്യാണം നടത്താൻ പോലും വഴിയില്ലാതെ അവൻ ഈ നിന്ന പ്രസ്ഥാനത്തിലേക്ക് കടന്നു ചെന്നപ്പം അവര് കൊടുത്ത 5000 രൂപ പ്രസ്ഥാനം കൊടുത്ത 5000. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോഴേ, പക്ഷെ ഞാൻ പറഞ്ഞ 55 വർഷമായിട്ട് ദൈവവേല ചെയ്ത മനുഷ്യൻ സ്വന്തമായിട്ടൊരു വീട് പോലും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അദ്ദേഹം സമ്പാദിച്ചു കൂട്ടി. അദ്ദേഹത്തിന് ഒരു മിഷൻ ഉണ്ടായിരുന്നു. കാരണം എന്റെ സമ്പാദ്യം ഇവിടെയല്ല ഞാൻ സമ്പാദിക്കേണ്ടത്, ഇവിടെ സമ്പാദ്യം എല്ലാം പുഴുവും തുരുമ്പും ഒക്കെ എടുത്തുകൊണ്ട് പോകുന്നതാണ്. ഞാൻ സമ്പാദിക്കേണ്ട എവിടെയാ വെച്ചാൽ ഞാൻ അവിടെയാ സമ്പാദിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ എന്തെങ്കിലും മനസ്സിലാലോചിച്ചു അദ്ദേഹത്തിന് 55 വർഷം ശുശ്രൂഷ കാലഘട്ടത്തിൽ അനേകം സഭകൾ സ്ഥാപിച്ചു, അനേക ആത്മാക്കളെ നേടി. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ ഒക്കെ സ്വർഗത്തിലെ പ്രതിഫലം എത്ര വലുതായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പലരും ആദ്യം തന്നെ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ തന്നെ അല്ലെങ്കിൽ ശുശ്രൂഷകന്മാരെ സ്വന്തമായിട്ടൊരു വീട് കേട്ടോ, അത് വളരെ അത്യാവശ്യം. ശരിയാ, നമ്മൾ കേൾക്കുമ്പോൾ ശരിയാ, സ്വന്തമായിട്ടൊരു വീട് അതെല്ലാവർക്കും ആവശ്യമില്ല. ഈ ഭൂമി നമുക്ക് ജീവിക്കാൻ സ്ഥലം വേണ്ടേ? അതായിരിക്കണം ആദ്യത്തെ നമ്മുടെ ലക്ഷ്യം. ഹല്ലേലൂയ. അത് കഴിയുമ്പോൾ സഞ്ചരിക്കാൻ ഒരു വാഹനം, അതില്ലാതെ എങ്ങനെയാ പോകുന്നത്? ഓരോ സ്ഥലത്ത് ദൈവവേലയ്ക്കൊക്കെ പോകല്ലേ, ആദ്യം ഒരു സൈക്കിളിന് പ്രാത്, പിന്നെ 2 വീലർ ആവും, പിന്നെ 4 വീലർ ആവും. കുറച്ച് കഴിയുമ്പോൾ 4 വീലർ ആയി കഴിയുമ്പോൾ നമുക്ക് ഒരു കാറ് കിട്ടി കഴിഞ്ഞായിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ വലിയൊരു കാറ് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. ലോങ് ട്രിപ്പ് ഒക്കെ പോകുമ്പോഴത്തേനും നടുവേദന എടുക്കാതിരിക്കാനൊക്കെ വെച്ചിട്ട് നല്ല വലിയ കാറായിരുന്നു, നല്ലതായിരുന്നു. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ആഗ്രഹങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ആരും ചിരിക്കണ്ട. ഞാൻ പറഞ്ഞ കാര്യത്തിനകത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ നമ്മൾ ഹല്ലേലൂയ ദൈവത്തിന്റെ വഴികൾ, ദൈവത്തിന്റെ വിചാരങ്ങൾ, നമ്മളെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി, നമ്മൾ വളരെ കുറച്ച് ഹല്ലേലൂയ എന്തൊക്കെയോ ആഗ്രഹിക്കും. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന അങ്ങനെയല്ല. ദൈവം ആഗ്രഹിക്കുന്ന വലിയ കാര്യങ്ങളാണ് നമ്മളെ കൊണ്ട് ചെയ്യിക്കുക. ദൈവത്തിന്റെ പദ്ധതി വലുതാണ്. നമ്മൾ ആ പദ്ധതിയിലേക്ക് എത്തുന്നില്ല പലപ്പോഴും. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകളിലേക്ക് അങ്ങനെ കടന്നു വരുന്ന പോലെ. കാരണം എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയത്തില്ല? നമ്മൾ ക്രിസ്തുവിന്റെ ആത്മാവുള്ളവരായി മാറാത്തതുകൊണ്ട്. നമ്മൾ പരിശുദ്ധാത്മാവ് ഭരണം ചെയ്യുന്നു നമ്മൾ പറയും, പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മൾ അവിടെ സൈഡിൽ ഇരിക്കുക കേട്ടോ, ഞാൻ പറയുമ്പോൾ മാത്രം മതി കേട്ടോ, അല്ലാത്തപ്പോഴൊക്കെ ഞാൻ എൻ്റെ ആത്മാവ് തന്നെ ഭരിച്ചോളാം. ക്രിസ്തുവിന്റെ ആത്മാവുള്ളവൻ എപ്പോഴും ക്രിസ്തുവിനുള്ളതേ ചിന്തിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. അടുത്ത കുറെ ഭാഗങ്ങളുടെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞപ്പോ സമയം ഏകദേശം 1 മണിക്കൂർ ആകാറായെന്നാണ്. നമുക്ക്
ബാക്കി മെസ്സേജ് നാളെ പറഞ്ഞല്ലോ അല്ലെ, പ്രാർത്ഥിക സമയം ഉണ്ടാവില്ല. അപ്പൊ ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരിക. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന് നമ്മളെ കുറിച്ച് ആഗ്രഹം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയുണ്ട്, പക്ഷെ കഷ്ടത നമ്മൾ ആരും തന്നെ സോൾവ് ചെയ്യാൻ ശ്രമിക്കരുത്. ഹല്ലേലൂയ. കാരണം നമ്മൾ ക്രിസ്തുവിൽ നമുക്ക് ഹല്ലേലൂയ സമാധാനം ഉണ്ടെങ്കിൽ എന്നിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടെന്ന് പറയുമ്പോൾ ജയാളിയെ ക്രിസ്തുവിലാണ് നമുക്ക് സമാധാനം. ക്രിസ്തുവിലൂടെ ആയിരിക്കും നമ്മൾ കഷ്ടതയിൽ കൂടെയും പ്രയാസത്തിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നമ്മൾ ദൈവത്തോട് ചേർന്ന് ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവത്തിന്റെ നടത്തിപ്പിനായിട്ട് നമ്മൾ നടക്കണം. നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ വരും. എന്തുകൊണ്ട് കഷ്ടത വരും? നമ്മൾ തിരിച്ചറിയണം കഷ്ടത എന്തുകൊണ്ടാണ് വരുന്നതെന്ന്. ഈ കഷ്ടത എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടതകൾ അല്ലെങ്കിൽ ചില പ്രയാസങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ചില കാര്യങ്ങൾക്ക് ഡെലിവറൻസ് ഉണ്ടാകത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കാരണം നമ്മളുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരം. ദൈവത്തെ നമ്മളെ കുറിച്ച് വലിയ പദ്ധതി നമ്മളിലൂടെ പുത്രൻ നമ്മളിലൂടെ നമ്മളെ പുത്രത്വത്തിലേക്ക് എത്തണം, ക്രിസ്തുവിനെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പുത്രൻ നമ്മളിൽ വെളിപ്പെടണം എന്നല്ലെ ദൈവത്തിന് ക്രിസ്തുവിനെ നമ്മളിലൂടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കും. നമ്മൾ അതിന് യോഗ്യരായി മാറാതെ പല കാലഘട്ടത്തിൽ നമ്മളിരിക്കും. നമ്മുടെ ജീവിതത്തെ കർത്താവിന്റെ കയ്യിലേക്ക് പൂർണ്ണമായി കൊടുക്കണം. എന്റെ ജീവിത ഞാൻ കർത്താവിന് വേണ്ടിയിട്ട് കർത്താവിന്റെ കയ്യിലേക്ക് ദിനം തോറും എന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുന്ന പറയുന്നത് നമ്മൾ പലപ്പോഴും നമ്മുടെ ക്രൂശ് എടുത്തുകൊണ്ട് അനുഗമിക്കാനായിട്ട് നമ്മൾ തയ്യാറാകുന്നില്ല. നമ്മുടെ ക്രൂശ് എടുത്തുകൊണ്ട് ചെല്ലാനാണ് ദൈവം. കർത്താവിന്റെ ക്രൂശ് നമുക്ക് പലരും ഇവിടെ ആഗ്രഹിക്കും, പക്ഷെ നമ്മളെപ്പോഴും നമ്മുടെ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കണം. നമ്മൾ ക്രിസ്തു വെളിപ്പെടണമെങ്കിൽ നമ്മൾ മരിക്കേണ്ട ശരീരങ്ങൾ നമ്മൾ വീണ്ടും മരിപ്പിക്കാനുണ്ട്. അത് മരിപ്പിക്കണം. ഹല്ലേലൂയ. കാരണം നമ്മൾ ഇവിടെ ഭൂമിയിലുള്ളത് മാത്രം ചിന്തിക്കണം, ദൈവം ഭൂമിയിലുള്ളതല്ല, നമ്മളെ കുറിച്ച് ഉയരത്തിലുള്ളതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി എപ്പോഴും നല്ലതും ഏറ്റവും ഗ്രേറ്റ് ആൻഡ് ഏറ്റവും നല്ലത് തന്നെയായിരിക്കും. ദൈവം നമ്മളെ കുറിച്ച് എപ്പോഴും താണതും കുറഞ്ഞതും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ ആഗ്രഹിക്കുമ്പോൾ എപ്പോഴും നല്ലതല്ലേ ആഗ്രഹിക്കാറുള്ളൂ. അതെങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ ജീവിച്ചു പോട്ടെ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ വളർന്നു വന്നോളൂ എന്നാണ് ആഗ്രഹിക്കുന്നത്. അല്ല, നമ്മളെപ്പോഴും എപ്പോഴും ബെസ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുക. നമ്മുടെ ദൈവം നമ്മളെ കുറിച്ച് അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ നമ്മൾ എപ്പോഴും ദൈവത്തോട് പറ്റിയിരിക്കണം, ദൈവത്തോട് ചേർന്ന് നടക്കണം, ദൈവമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവരായിരിക്കണം. ഒരിക്കലും പിറുപിറുക്കല് ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്. ഹല്ലേലൂയ. കഷ്ടതകൾ നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതം എടുത്തു നോക്കിയാൽ കഷ്ടതയിലാണ് നമ്മൾ ദൈവത്തെ കണ്ടുമുട്ടിയത്, കഷ്ടതയിലാണ് നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുത്ത്. കാരണം ദൈവം നമ്മുടെ ജീവിതത്തിൽ കഷ്ടത തരുമ്പോൾ നമ്മൾ എന്തായാലും ദൈവത്തോട് പറ്റിയിരുന്ന് മുൻപോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുകയും നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് വരണമെന്ന് ദൈവം ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടതകൾ ദൈവം അനുവദിച്ചു കൊടുക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ അതൊന്നും നമ്മളെ തകർത്ത് കളയാൻ വേണ്ടിയിട്ടല്ല, നമ്മളെ കർത്താവ് നമ്മളെ വിളിച്ച നിർണയപ്രകാരം വിളിക്കുന്ന സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കുക ദൈവം പറയുമ്പോൾ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ സകല നന്മയായി തന്നെ മാറണമെന്ന് ദൈവം ആഗ്രഹിക്കും. അതിനുവേണ്ടി നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കണം. നമ്മൾ പാപികളായതുകൊണ്ടൊന്നും അല്ല കേട്ടോ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയൊക്കെ വരുന്നത്. യോബ് തന്നെയാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. ദൈവത്തിന് നമ്മളെ കുറിച്ച് ഭയങ്കര വിശ്വാസമാണ്. ദൈവത്തിന് നമ്മളെ കുറിച്ച് ഭയങ്കര സ്വപ്നമാണ്. ആ സ്വപ്നത്തിലേക്ക് നമ്മളെ എത്തിക്കുന്ന വഴിയാണ് ഇതൊക്കെ. നമ്മൾ ദൈവം ആദ്യമേ തന്നെ, ഞാൻ എപ്പോഴും പറയും, കർത്താവ് നമ്മളെ കുറിച്ചുള്ള വിഷൻസ് പറയും. ഹല്ലേലൂയ. നമ്മൾ എന്താകണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ പറയും, പക്ഷേ അത് എങ്ങനെ ഇതിലെ കൂടെ ഒക്കെ കടന്നു പോണതെയും പറയാറ്, വഴി നമ്മളോട് പറയാറില്ല. കാരണം അത് ദൈവത്തിന്റെ കയ്യിലായിരിക്കും. ദൈവം അത് ആരോടും വെളിപ്പെടുത്തത്തില്ല. നമ്മൾ കടന്നു പോകുമ്പോഴായിരിക്കും. കാരണം നമ്മൾ ആദ്യമേ ഇതൊക്കെ പറയാം, അത് ഇങ്ങനെ ഇന്ന രീതിയിൽ കടന്നു പോകണമെന്ന് വെച്ചാൽ പലരും പിന്മാറിപ്പോവും, ഭയപ്പെട്ടു പോകും. യോസഫിനോട് ചോദിച്ചാൽ യോസഫിനറിയാം, ആദ്യമേ ഇങ്ങനെ പൊട്ടക്കണ്ടി കിടക്കണം, അടിമച്ചന്തയിൽ പോയി നിൽക്കണം, പോത്തിപ്പറിന്റെ ഭവനത്തിൽ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ അനുഭവിക്കണം, കാരാഗ്രഹത്തിൽ കിടക്കണം എന്നൊക്കെ പറഞ്ഞു. ചിലപ്പോൾ യോസഫ് കർത്താവേ, അത് എനിക്ക് ഇത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാനിവിടെ എന്റെ അപ്പന്റെ കൂടെ, അപ്പൻ പുതിയ അങ്കിയൊക്കെ തയ്ച്ചു തരും, അപ്പന്റെ പ്രിയ മകനായിട്ട് ഞാൻ അപ്പനോട് താമസിച്ചോളാം എന്ന് പറയും. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ ഇത്രയും പ്രയാസത്തിൽ കൂടെ കടന്നു പോലെ അവിടെ എത്തുകയുള്ളൂ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ പലരും ഹല്ലേലൂയ അതിൽ നിന്ന് ആ പർപ്പസിലേക്ക് നടക്കാതെ പിന്മാറിപ്പോയി. പക്ഷെ ഇത് പറയാതെ നമ്മൾ ഓരോ സമയത്തും കർത്താവിൽ ആശ്രയിച്ചു പോകും. നമ്മുടെ ജീവിതത്തിൽ കഷ്ടം നമ്മൾ വിശ്വാസത്തിൽ വന്ന സമയത്ത് വലിയ വലിയ കഷ്ടങ്ങളൊക്കെ നമ്മൾ വന്നിട്ടുണ്ടോ? ഇല്ല. കാരണം വിശ്വാസത്തിൽ വരുമ്പോൾ നമ്മളെ കർത്താവ് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ആത്മീയത അല്ലെ നമ്മളെ സ്പിരിച്വലി ബലപ്പെട്ട് വരുന്നതനുസരിച്ച് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ കഷ്ടങ്ങളുടെ കാഠിന്യം കുറച്ച് കൂടി. പക്ഷെ നമുക്ക് പക്ഷെ അത് അത്ര കൂടുന്നതായിട്ട് തോന്നത്തില്ല. കാരണം എന്തുകൊണ്ടാണ് തോന്നാത്തത് വെച്ച് കഴിഞ്ഞാൽ അന്നൊക്കെ ഒരു ചെറിയ കാര്യം വന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആകുമായിരുന്നെങ്കിൽ ഇന്ന് ഭയങ്കര വലിയ പ്രതിസന്ധി കൂടെ പോകുമ്പോൾ അത്രത്തോളം ഡിസ്റ്റർബ്ഡ് ആകത്തില്ല. കാരണം വെച്ചാൽ ഇന്ന് അകത്തെ ശക്തിയോടെ ബലപ്പെടുന്നതനുസരിച്ച് ഹല്ലേലൂയ നമ്മൾ സ്ട്രോങ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. പൗലോസിന്റെ ലേഖനത്തിൽ നിന്നാണ് നമ്മൾ വാക്യങ്ങളൊക്കെ എടുത്തത്. പൗലോസിനെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. പൗലോസ് ഹല്ലേലൂയ എത്രത്തോളം ക്രിസ്തു വെളിപ്പെട്ടു തുടങ്ങിയപ്പോൾ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ എന്താണെങ്കിലും നമ്മളൊക്കെ പാടും, മണ്ണെ പ്രതി മാണിക്യം വെടിയില്ല ഞാൻ എന്നൊക്കെ. പക്ഷെ ഇന്ന്
പലരും പാട്ടിൽ മാത്രമേ അത് നിൽക്കുന്നു. ഈ മണ്ണിൽ കിടക്കുക നമ്മുടെ എല്ലാവരും. ഇതൊക്കെ അങ്ങോട്ട് എല്ലാം അങ്ങോട്ട് ദൈവം ഒന്ന് ബ്ലോക്ക് ചെയ്ത് വെക്കുക. അപ്പോഴത്തേന് കുറ്റം പറഞ്ഞ് എന്നാലും കർത്താവ് നീ എന്നെ വിളിച്ച് വലിയ ചതിയായപ്പോ ഞാൻ എപ്പോഴും ഞാനെപ്പോഴും ചോദിക്കാറുണ്ട്, ഞാനെപ്പോഴും ചിന്തിക്കാറുണ്ട്. ഏലിയാവിന്റെ കാര്യത്തിലൊക്കെ. ഏലിയാവിനോട് കർത്താവ് പറഞ്ഞു, വന്ന് രാജാവിനോട് ദൂത് പറ. ഇറങ്ങി പറഞ്ഞ് കെരീത്തോടിന്റെ അടുപ്പ് വിളിച്ചിരുന്നു. ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരും, കർത്താവേ നീ നല്ല ചതിയായിപ്പോഴും ചെയ്ത്. കാരണം ഇവിടുത്തെ രാജാവിന്റെ തല ഉണ്ടാവുമെന്ന് അറിയത്തില്ല. അവിടെ വിട്ട് വലിയ ഇതൊക്കെ ഞാൻ ഇനിയിപ്പോ ഇവിടുത്തെ ലോകം പൊക്കിക്കൊണ്ടൊക്കെ വലിയ പ്രവാചനാക്കി എന്നെ മാറ്റുമെന്ന് വിചാരിച്ചു. ഉടനെ പറയാം, നീ പോയി ഒളിച്ചിരിക്കാൻ. ഒളിച്ചിരുന്ന അവിടെ പോലെ ഭക്ഷണം എന്താ കാക്കയുടെ കഴിച്ച് കൊടുത്തുവിടാട്ടോ, ആ തോട്ടിൽ നിന്ന് അണച്ച് കുടിച്ചോ. അറിയില്ല, രാജ്യം ഭരിക്കുന്ന രാജാവിനോട് പ്രവചിച്ചു പ്രവാചകൻ. കാരണം ആ ഒരു ലെവലിൽ കൊണ്ട് നിർത്തിയിട്ട് നമ്മളോട് താഴ്, നീ ഇവിടെ വന്നിരിക്കും. ഇതാണ് ദൈവം പറയുന്നിടത്ത് ദൈവത്തിന്റെ ചിറകിനടിയിൽ ഹല്ലേലൂയ എബൈഡ് ഇൻ മീ എന്ന് പറഞ്ഞ അവിടെ ദൈവം പറയുന്നിടത്ത് കെരീത്തോട്ടിന് അരികിലാണ്. ബാക്കി ഏതും ആ മാളികയെ പൊളിച്ചാലും ഏലിയാവിന് അവിടെ നിന്ന് സേഫ് അല്ല ഏലിയാവ്. കാരണം കർത്താവ് ആഗ്രഹിച്ച് കർത്താവിന്റെ ചിറകിന് കെരീത്തോട്ടിന്റെ അരികിൽ ഇരിക്കുമ്പോഴാണ് ലോകം മൊത്തം ആളെ വിട്ടാലും ഏലിയാവിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അല്ലെ? മൊത്തം അവിടെ ആൾക്കാരെ ഏലിയാവിനെ തെരഞ്ഞുണ്ടല്ലേ, ഏലിയാവിനെ കണ്ടു കിട്ടുക ഇല്ല. പക്ഷെ ഏലിയാവിനെ എന്താ കണ്ടു കിട്ടാഞ്ഞ കാര്യം? ഏലിയാവ് കർത്താവ് പറഞ്ഞെടുത്ത്. ഇന്ന് നമ്മൾ പലപ്പോഴും കർത്താവ് പറയുന്നിടത്ത് ഇരിക്കാത്തോണ്ടാ ശത്രു ഇങ്ങനെ തലേക്കരി മേയുന്നു. മനസ്സിലാകുന്നുണ്ടോ? അടുത്തടുത്ത് പറയുന്നത് എന്താ? നീ സരാപത്തിലോട്ട് പൊക്കും, ഒരു വിധവയോടെ ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്, നിന്നെ പോട്ടെ. അവിടെ ചെന്നപ്പം ആകെ ഇച്ചിരി മാവുണ്ട്, ചുട്ടിട്ട് ഞാനും കുഞ്ഞുങ്ങളെ മരിക്കാതിരിക്കുക. നമ്മൾ അവിടെ നിന്നിട്ടാണ് ചോദിക്കുന്നത് കർത്താവിന് 4 ക്വസ്റ്റ്യൻ നമ്മൾ ഇരിക്കല്ലേ. എന്താ ചോദ്യം? ഈ പട്ടിണിയൊന്നും മരിക്കാൻ പോലത്തേക്കാണ് എന്നെ കൂടെ പറഞ്ഞിട്ടത് അല്ലേ. പക്ഷെ ദൈവകൃപയുള്ള മനുഷ്യൻ ചോദിച്ചില്ല. അറിയാം എന്താ ദൈവം എനിക്ക് മേൽ തന്നിരിക്കുക. ഇതുപോലൊക്കെ നമ്മൾ പല ക്വസ്റ്റ്യൻസും ചോദിക്കും. അല്ലെ, നമ്മള് നോക്കട്ടെ, അബ്രഹാം വിശ്വാസികളുടെ പിതാവാ. അബ്രഹാമിനോട് പറഞ്ഞു, ഇറങ്ങിക്കോ, കാണിപ്പാന ദേശത്തോട്ട് പൊക്കോ. നമ്മളാണ് ഇവിടുന്ന് ഗൂഗിൾ മാപ്പ് എടുത്ത് പോകാൻ ഗൂഗിൾ മാപ്പ് എടുക്കും. ബ്രഹ്മം ഒക്കെ നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ്. 2 അടിക്കുന്ന സ്ഥലം വേണം. കർത്താവ് 2 എവിടെയൊക്കെ അടിക്കുന്നത്? മാപ്പിടട്ടെ, എനിക്ക് പോണ്ടേ, വഴി അറിയണ്ടേ. അബ്രഹാമിന് 2 ഉണ്ടായിരുന്നില്ല. അബ്രഹാം നിൽക്കുന്ന സ്ഥലം മാത്രമേ അബ്രഹാമിന് അറിയാതെ. കാണിപ്പാൻ നിൽക്കുന്ന സ്ഥലത്തോട് പൊക്കോളാൻ പോലെ അബ്രഹാം പറക്കി കെട്ടി പോയി. ഇന്നീ ഇരിക്കുന്ന ഇത്രയും വലിയ വർഷങ്ങളായി വിശ്വാസത്തിരിക്കുന്നത് ഞാൻ ഉൾപ്പെടെയുള്ളവർ ദൈവം പറയാ, ഞാൻ കാണിപ്പായിക്കുന്ന ദേശത്ത് നീ ഒന്ന് പൊക്കോന്ന് പറഞ്ഞു. ഞാൻ പറയും, അവിടെ നിൽക്ക്, ഞാൻ എങ്ങനെ പോണം, എവിടേക്ക് പോണം, അവിടെ ഞാൻ എങ്ങനെ ജീവിക്കും, അവിടെ എനിക്ക് എന്ത് തരും, ആരെന്നെ ഇത് ചെയ്യും, ആരെന്നെ സ്വീകരിക്കാൻ വരും. ഇപ്പൊ എയർപോർട്ടിലേക്ക് ഒരു രാജ്യത്തേക്ക് പോകാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം റിസീവ് ചെയ്യാൻ ആരാ വരുന്നത്? ആരെ വണ്ടി അയക്കുന്നത്? അല്ലേ? ഇതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങത്തോളൂ, അനങ്ങത്തോളൂ. എന്നിട്ട് നമ്മളും പറയും നമ്മളും വിശ്വാസികളാന്ന് പറയും. അബ്രഹാമിന്റെ സന്തതി വാഗ്ദത്ത പ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പറയും. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതം എവിടെ നിൽക്കുന്നു? അവരുടെയൊക്കെ ജീവിതം എവിടെ നിൽക്കുന്നു? ദൈവമക്കളെ, നമ്മളൊന്ന് മാറണം. കർത്താവിനെ വിശ്വസിക്കുന്നവർ കർത്താവിനെ ഹല്ലേലൂയ കൺമുമ്പിൽ കാണുന്ന പോലെ ദൈവശബ്ദം കേട്ട് അതിനായിട്ട് പൂർണ്ണമായി സമർപ്പിച്ച് നമ്മൾ ദൈവത്തെങ്കിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന പൊന്നുപോലെ നമ്മളെ പുറത്തു കൊണ്ടുവരും. ഈ ശോധനയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമേ അല്ലെന്ന് നമുക്ക് തോന്നും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൺട്രോളിലാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കാതെ ഒന്നും വരത്തില്ല. ഇനി നമ്മളെ തല കുത്തി നിന്നാലും ദൈവം അതിനെ കൂടെ നമ്മളെ കടത്തി വേണമെന്ന് വിചാരിച്ചാൽ അതിൽ നിന്ന് കടന്നു പോകാൻ നമുക്ക് പോകാൻ. അപ്പൊ അതുകൊണ്ട് എന്താ, അതിനോട് എതിർത്ത് നിൽക്കാതെ ഇതെനിക്ക് കിട്ടിയേ മതി എന്ന് പറയുമ്പോൾ മല്ലി പിടിക്കാതെ ഹല്ലേലൂയ നമ്മൾ ദൈവത്തിന് മുമ്പിൽ അങ്ങ് സമർപ്പിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലെ കൂടെ ഇങ്ങനെ പോകാനുള്ള കൃപ അങ്ങോട്ട് വായിക്കുക, ഇതിൽ നിന്ന് പുറത്തു വരിക. ഹല്ലേലൂയ. ബാക്കിയുള്ള ഭാഗം നമുക്ക് നാളെ പറയാം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കും. പറയട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.